السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠർ, സാദാത്തുക്കൾ, വിശ്വാസി സഹോദരങ്ങൾ, ICF-ൻ്റെയും RC-യുടെയും നേതാക്കൾ, പ്രവർത്തകർ, സഹോദരീ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ തിരുവസന്തത്തിൻ്റെ 1500 ആഘോഷിക്കുന്ന വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അറിയുന്നതിന്, അവിടുത്തെ ആത്മാവ് കൊണ്ട് അനുഭവിക്കുന്നതിന്, അവിടുത്തോട് അനുരാഗത്തിൻ്റെ പ്രതികരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ലോകത്തെമ്പാടും വ്യത്യസ്ത രൂപത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദുബൈ ഖിസീസ് പ്രദേശത്ത് ഇവിടുത്തെ പ്രാസ്ഥാനിക നേതൃത്വം ഒരുമിച്ച് സംഘടിപ്പിച്ച മജ്ലിസാണിത്. അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ കബൂൽ ചെയ്യട്ടെ. അങ്ങകലെ
സ്വർഗീയ റൗള ഷരീഫിൽ നിന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുന്ന അവിടുത്തെ റഹ്മത്തിൻ്റെ നോട്ടമുള്ള നല്ല മജ്ലിസാക്കി അള്ളാഹു ഈ മജ്ലിസിനെ മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സ് അതേറെ ആദരിക്കപ്പെടേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതും. ഇവിടെ സംസാരിക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഒരു പക്ഷേ സദസ്സിലിരിക്കുന്നവരാണ്, അല്ല തീർച്ചയായും സദസ്സിലിരിക്കുന്ന പകലുമാണ് സംസാരിക്കുന്നവരെക്കാൾ ആത്മീയമായി ഔന്നിത്യമുള്ളവർ. അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സ് നന്നാക്കി തരട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ ഈ സദസ്സിനെ പ്രസക്തമാക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള സദസ്സാണ് എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ സദസ്സിൽ നല്ല മനസാന്നിധ്യത്തോടെ ഇരിക്കണം. അലസമാകാൻ പാടില്ല. പൂർണ്ണമായി പറയപ്പെടുന്ന കാര്യങ്ങളിലേക്ക് കൽബ് ചേർത്ത് വെക്കണം. ആത്മാവിനാണല്ലോ പ്രസക്തിയുള്ളത്. അതിനനുസരിച്ചാണല്ലോ ശരീരത്തിൻ്റെ പ്രതികരണവും. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ മദീനയിലേക്ക് ചേർത്തു വെച്ചുകൊണ്ടുള്ള ഒരു സഞ്ചാരമായി ഈ മദ്ഹിന്റെ മജ്ലിസ് മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രയാസമില്ലെങ്കിൽ സംഘാടകർ പറഞ്ഞതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സംഘാടകർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് ഞാനടക്കമുള്ള നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഇവിടെ കുറച്ച് കസേല ഇങ്ങനെ ഫ്രണ്ടിൽ ഒഴിവുണ്ടല്ലോ, ആ എത്തിയ ആളുകൾ മുന്നോട്ടിങ്ങനെ കയറി ഇരുന്നാൽ പിന്നെ വരുന്ന ആളുകൾ ഒരിങ്ങനെ ഫ്രണ്ടിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കാൻ എനിക്ക് ഒരു പ്രയാസമായിരിക്കും. ഒന്ന് വൈകി വരുന്നതുകൊണ്ട് മുന്നോട്ട് വരാൻ പ്രയാസമായിരിക്കും. ഒന്നിങ്ങനെ എന്നിട്ട് പോരട്ടെ. കുറച്ചുകൂടെ നമ്മളുമായിട്ട് അടുപ്പം കിട്ടുന്നതേ ഉള്ളൂ. നമ്മളുമായിട്ട് അടുത്ത് കിട്ടുക എന്നുള്ളത് അതൊരു മഹബത്തിൻ്റെ ഭാഗം കൂടെ, നമുക്ക് സന്തോഷം നൽകുന്നതാണ്. നമ്മളെ പരസ്പരം കോർത്തിണക്കുന്നത്, ചേർത്ത് നിർത്തുന്നത് ഈമാനികമായ മഹബത്താണ്. ആ മഹബത്തിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഈ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ഉള്ളത്. ശരീരം ഇവിടെയാണ്. ശരീരം എവിടെയാണെങ്കിലും നമുക്ക് എത്രയും അകലങ്ങളിലേക്ക് സഞ്ചരിക്കാം. ആത്മാവിന് അതിന് കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളൊരു സിറ്റിയുടെ പേര് പറഞ്ഞു നോക്കൂ. ഷാർജ എന്ന് പറയുമ്പോഴേക്ക് ഷാർജയുടെ ഒരു ലാൻഡ്മാർക്ക് നിങ്ങളെ മനസ്സിലേക്ക് വരും. നമുക്കങ്ങനെ കൂടുതൽ അറിഞ്ഞോളുന്നില്ല, നിങ്ങൾക്കറിയാം. ആ സ്പോട്ടിൽ, ആ പ്രദേശത്തിലേക്ക് നമ്മളുടെ മനസ്സെത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വീട് എന്ന് പറയുമ്പോഴേക്ക് അതിവേഗം പോകും. അപ്പൊ നമുക്ക് എത്രയും അകലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഭാഗം അള്ളാഹു തന്നെ ശരീരത്തിനകത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ ഈ സദസ്സിൽ നിന്ന് മദീനത്തേക്ക് എത്താൻ നമുക്ക് യാതൊരു പ്രയാസമില്ല. ആ ഖുബ്ബത്തുൽ ഖദറായിന്റെ ചാരത്തേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിച്ച് സ്നേഹ സായുജ്യമടയാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല. മുഹിബ്ബുകൾ, ആഷിഖുകൾ അവരങ്ങനെ നിത്യം സഞ്ചരിച്ചവരാണ്. അവിടത്തേക്ക് എല്ലാ ദിവസവും ആത്മാവിനെ പറഞ്ഞയച്ച് സ്വലാത്ത് സലാമുകൾ ചൊല്ലിയിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മബന്ധം സ്ഥാപിച്ചവർ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണിനോട്, എൻ്റെ നാടിലെ മണ്ണിന് കണക്ഷൻ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടാണ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു സ്വന്തം നാട്ടിലെ മണൽത്തിരി എടുത്ത് ചുംബിച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന പതിവുണ്ടായിരുന്നത്. അമിതമല്ല,
ആത്മീയ ലോകത്തെ ആചാര്യർ കാണിച്ചു തന്ന വഴികൾ. മഹബത്തിന്റെ ലോകത്ത് ഇന്നത് മാത്രമേ ആകാവൂ എന്ന് നിശ്ചയമൊന്നുമില്ല. ചില ആളുകൾക്ക് അങ്ങനെ നിർബന്ധമാണ്, ഇതൊന്നും ആകാൻ പാടില്ല എന്ന നിർബന്ധമാണ്. എന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോടുള്ള സ്നേഹപ്രകടനത്തിൽ ഇന്നതേ ആകാവൂ എന്ന ഒരാലോചന അവർക്കുണ്ടോ? ഈ പറയുന്ന മനുഷ്യന്മാർക്കുണ്ടോ? മതത്തിനകത്ത് യുക്തി വെച്ച് അളന്നു മുറിച്ച് വരണ്ട ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ആത്മബന്ധമില്ലാത്ത, ഇഷ്കിന്റെ മധുരമറിയാത്ത ഒരു വരണ്ട ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾ. അള്ളാഹു അവർക്കും ഹിദായത്ത് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാഥാർത്ഥ്യപൂർവ്വം അറിയാനും അനുഭവിക്കാനും അവിടുത്തെ അനുരാഗത്തെ ആസ്വദിക്കാനും എല്ലാവിധത്തിലും നമുക്കും അവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നശിക്കുന്നത് ഹൃദയം കൊണ്ട് നമുക്ക് സഹിക്കാൻ കഴിയില്ല, നമുക്ക് പൊറുക്കാനും കഴിയില്ല. അതുകൊണ്ടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. എന്നാലും ഓർമ്മപ്പെടുത്തുന്നത്, അതിന് നിശ്ചിതമായ പരിധി വെക്കുക എന്നുള്ളത് മനുഷ്യന്റെ യുക്തിക്ക് യോഗ്യമല്ല. അതിനുവേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത്, താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളോട് സ്നേഹത്തിന്റെ ഭാഗമായി അയാൾക്ക് ഭക്ഷണം കൊടുക്കാം, അയാൾക്ക് വസ്ത്രം കൊടുക്കാം, അവർക്ക് മൊബൈൽ ഗിഫ്റ്റായി കൊടുക്കാം, അദ്ദേഹത്തിൻ്റെയോടൊപ്പം യാത്ര ചെയ്യാം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാം, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാം. ഇങ്ങനെ തുടങ്ങി പരിധിയില്ലാത്ത സ്നേഹപ്രകടനത്തിന്റെ അനുഭവങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകളിൽ നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് അനുഭവിക്കുന്നുണ്ട്, നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഒരാളോടുള്ള സ്നേഹബന്ധം ഇങ്ങനെ പ്രകടിപ്പിക്കാമെങ്കിൽ, ഈ രൂപത്തിലൊക്കെ പരിധിയില്ലാത്ത വിധത്തിൽ പ്രയോഗിക്കാമെങ്കിൽ, ഒരു വിശ്വാസിക്ക് ഇവിടെയുള്ള ഒരാളോടുമുള്ളതിനേക്കാളും അപ്പുറത്ത് കടപ്പാടുള്ള വ്യക്തിത്വം, എന്തിനധികം സ്വശരീരത്തോട് പോലുമുള്ള കടപ്പാട് അതുപോലും അപ്രസക്തമാകുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ നിലക്ക് സ്വശരീരത്തെക്കാളും അപ്പുറത്ത് സ്നേഹിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരിക്കെ, നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയായിരുന്നു. വഹുവ ആഖിദുൻ ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്നു. ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു, ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ, അങ്ങയോട് എനിക്ക് ഇഷ്ടമാണ്, എന്റെ ശരീരത്തെ മാറ്റിവെച്ചാൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ വല്ലദീ നഫ്സി ബിയദിഹി, ഇല്ല ഇല്ല, ആയിട്ടില്ല, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഈ പറച്ചിലുകൊണ്ട് നിങ്ങൾ വേണ്ട രൂപത്തിലായിട്ടില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിങ്ങളെ ശരീരത്തെക്കാളും അപ്പുറത്ത് എന്നോടുള്ള ഇഷ്ടം ആയി മാറുന്നത് വരെ നിങ്ങളാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഇന്നഹു അൽആൻ വല്ലാഹി ലഅൻത അഹബ്ബ ഇലയ്യ മിൻ നഫ്സി, എന്നാൽ നബിയെ, ഈ സമയത്ത് അള്ളാഹുവിനെ മുന്നിൽ നിർത്തി തീർച്ചപ്പെടുത്തി പറയട്ടെ, എന്റെ ശരീരത്തെക്കാളും അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് റെഡിയായത്, ശരിയായ റൂട്ടിൽ വന്നത്. അപ്പൊ സ്വശരീരത്തെക്കാളും അപ്പുറത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കുന്ന സന്ദർഭത്തിലെ ഈമാനിന്റെ തന്നെ പൂർണ്ണതയുണ്ടാകൂ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനെന്ത് പ്രസക്തി? ഇനി നമ്മുടെ കൂട്ടുകാരൻ എന്ത് പ്രസക്തി? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലെത്തുമ്പോൾ അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കു വേണ്ടി ചെയ്യുന്നതിനേക്കാൾ പരിധി നിശ്ചയിക്കാതെ ധാർമ്മികമായ തലത്തിൽ നിന്നുകൊണ്ട് സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി എന്തുമാകാമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെക്കാളും അപ്പുറത്ത് പരിധിയില്ലാതെ സ്നേഹത്തിന്റെ പ്രകടനം ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് കാണിക്കാനുള്ള ആർജവം, അതിന്റെ താല്പര്യം യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാകണം. അതുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ സന്ധിച്ചത്, ഒരുമിച്ച് കൂടിയത്. സഹോദരങ്ങളെ, നമ്മുടെ ഹവൻ നഫ്സ് ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. ചിലപ്പോൾ വിശ്രമത്തിന് പോകാനാണ്, അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം അറിയിച്ചു വേറെ ഏർപ്പാടിലേക്ക് പോകാം, ഇതെത്ര സമയമാകുമാവോ അവസാനിക്കാൻ എന്ന ആശങ്കയായിരിക്കും. കൂടുതൽ ആശങ്കപ്പെടേണ്ട, പ്രവാസ ലോകത്ത് കൂടുതൽ പ്രയാസപ്പെടുത്തില്ല. സംഘാടകര് പറഞ്ഞത് 1.5 മണിക്കൂർ സംസാരിക്കണമെന്ന്, അതിൻ്റെ ഉള്ളിൽ ഒതുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എനിക്ക് താൽക്കാലികമായൊരു സാന്നിധ്യം അല്ല, വേറെ എന്തൊക്കെയോ ഏർപ്പാടുകളുണ്ട്. ഏർപ്പാടില്ലാത്തവരല്ലല്ലോ ഇവിടെ വന്നത്. ആ ഏർപ്പാടിലേക്ക് പോകണം എന്ന വിചാരത്തിൽ നമുക്ക് നിർബന്ധമായുള്ളതല്ലാത്ത, ഫർദ് ഐനായിട്ടുള്ളതല്ലാത്ത കാര്യങ്ങൾ പലതുമുണ്ട്. അങ്ങനെയുള്ള പലജാതി കാര്യങ്ങളിലേക്ക് മനസ്സു ചേർന്ന് ഹവൻ നഫ്സ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഹവൻ നഫ്സിനെക്കാളും പ്രസക്തം ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുമ്പോഴാണ് നമുക്ക് മഹബ്ബത്തിന്റെയും വിശ്വാസത്തിന്റെയും യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്റെ നഫ്സിനോടും നിങ്ങളോടും ആമുഖമായി പറയാൻ, ഈ സംസാരം കഴിയുന്നത് വരെ വളരെ ശ്രദ്ധയോടെ മദീനത്തേക്ക്, ഹബീബിലേക്ക് എല്ലാം സമർപ്പിച്ച് നമുക്ക് സഞ്ചരിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ സദസ് ഇവിടെ മാത്രം ഉള്ളതല്ല, ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് അങ്ങകലെ മദീന മുനവ്വറയിലേക്ക് നേരിട്ട് കണക്ഷൻ ലഭിക്കുന്ന ഒരു സദസ്സാണിത്. ഈ ബോധ്യം നമ്മുടെ കൽബിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹീൻ, തീർച്ചയായിട്ടും അല്ലാഹുവിന് ചില മലായികത്തുകളുണ്ട്, ഒരുപാട് മലായികത്തുകളുണ്ട്. ആ മലായികത്തുകളെ കൂട്ടത്തിൽ ഒരു പറ്റം മലായികത്തുകളുടെ ഏർപ്പാട്, ഡ്യൂട്ടി എന്താണ്? അവര് ഭൂമിയിൽ എല്ലായിടങ്ങളിലും വിഹരിച്ചു കൊണ്ടിരിക്കും, സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ സഞ്ചാരത്തിന്റെ ലക്ഷ്യം എന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത്, സംസാരിക്കുന്നത്, സ്വലാത്ത് സലാമുകൾ ചെല്ലുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അന്വേഷിച്ചുകൊണ്ടാണ് അവരുടെ സഞ്ചാരം. ആ സഞ്ചാര വഴിയിൽ ആരെ എവിടെ നിന്ന് കണ്ടുമുട്ടുന്നുവോ ആ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവർ ചെയ്യുന്ന കാര്യം, യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം. ഈ കിസൈസിലെ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ നേതാവിലേക്ക് ആത്മാവ് കൊണ്ട് സഞ്ചരിക്കാൻ ആഗ്രഹിച്ച് സ്വലാത്ത് സലാമു ചൊല്ലി ഇരിക്കുമ്പോ ഈ സദസ്സിലും ആ മലായിക്കത്തുകളെ സാന്നിധ്യം ഉണ്ടാകും. ഇവിടെ കടന്നു വരാൻ ഈ ഡോറുകളൊന്നും മലായിക്കത്തുകൾക്ക് തടസ്സമല്ല. ആ മലായിക്കത്തുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എന്തിനു വരുന്നു? ഈ സദസ്സിനെ കണ്ട് സന്തോഷിച്ചിട്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ സ്വലാത്തിന്റെ വചനമുണ്ട്, സലാമിന്റെ വചനമുണ്ട്. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഉരുവിടുന്നതിൽ ആ സലാമിന്റെ വചനങ്ങൾ എന്നിലേക്ക് അവരെത്തിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സദസ്സ് മദീനയോട് കണക്ട് ചെയ്യാൻ മലായിക്കത്തുകൾ മീഡിയേറ്റർമാരായി ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ സദസ്സിനോട് നമ്മൾ എത്ര അദബ് കാണിക്കണം. നമ്മൾ ഇവിടെയല്ല ഇരിക്കുന്നത്, മദീനയുടെ തിരുമുറ്റത്താണ് ഇരിക്കുന്നത്. ഈ സദസ്സിനെയും അറിഞ്ഞും അനുഭവിച്ചും സ്നേഹിച്ചും സന്തോഷിച്ചും ലോകത്തിന്റെ കാരുണ്യത്തിന്റെ കരസ്പർശങ്ങളെ ലോകമാസകനം വിരിച്ചു നൽകിയ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ആ തങ്ങളുടെ ആത്മീയ സാന്നിധ്യത്തിൽ സ്നേഹത്തോടെ ഇരിക്കുന്നവരാണ് നമ്മൾ.
അങ്ങനെയെങ്കിൽ ആ ഹബീബിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സമയത്തെ ചെലവഴിക്കാമല്ലോ. എല്ലാറ്റിനേക്കാളും പ്രസക്തി ഉണ്ടാകേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ഇതെന്റെ വകയിലല്ല, വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർലൗനഹാ. മനുഷ്യൻ എന്ന വ്യക്തിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അയാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും പരിഗണിക്കാനും സാധ്യതയുള്ള സർവ്വതിനെയും വിശുദ്ധ ഖുർആനിൽ ഈ സൂക്തത്തിൽ അള്ളാഹു കൊണ്ടുവന്നു. നമ്മുടെ ഉമ്മ ഉപ്പ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകളാണ്. അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ ചെയ്യും. നമ്മുടെ രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾ, അവരോട് നമുക്ക് വല്ലാത്ത ആത്മബന്ധം ഉണ്ടാകും. നമ്മുടെ ഭാര്യമാർ, ആ ഭാര്യമാരോട് നമുക്ക് മാനസികമായ വല്ലാത്ത അടുപ്പമുണ്ടാകും. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പരിസരത്തുള്ളവർ, ഇവരോടൊക്കെ നമുക്ക് ഖൽബിയായ വലിയ ബന്ധം നമുക്ക് നിലനിർത്താൻ കഴിയും. ഇനി അത് മാത്രമല്ല, ജീവിതത്തിന് വേണ്ടി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കച്ചവടം ചെയ്തുണ്ടാക്കുന്നതായിരിക്കാം. അങ്ങനെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ ജോലിയാണെങ്കിലും അതിനോടൊരു ആത്മബന്ധം നമുക്കുണ്ടാകും. അതിനെ അർത്ഥമുറിച്ച് കളയാൻ നമുക്ക് കഴിയില്ല. മനുഷ്യനായിരിക്കുമ്പോൾ അതിനോടാണ് പിന്നെ വസ്തുക്കൾ, വിഷയങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ കുറച്ചുകൂടെ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നത്. വ്യക്തി എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ളവരെ എണ്ണി കൃത്യമായി പറഞ്ഞതിനു ശേഷം ആ വ്യക്തി ജീവിതത്തിൽ അയാൾക്ക് കുറച്ചുകൂടെ പരിഗണനയുള്ള വസ്തുക്കളെയാണ് തൻ്റെ സമ്പാദനത്തിന്റെ മാർഗങ്ങളായി ഇവിടെ സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു കാര്യമുള്ളത് അയാളുടെ താമസത്തിന്റെ ഇടമാണ്, തൻ്റെ സ്വന്തം വീട്. ആ വീട്, റൂം, ഇതിനോട് പ്രത്യേകമായ ഒരു ആത്മബന്ധം ഉണ്ടാകും. അതിനെയെല്ലാം എടുത്തു പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട സർവ്വതിനെയും എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്. എന്താണ് പറയുന്നത്? അതെ, ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞിട്ട് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. നിന്റെ വ്യക്തി ജീവിതത്തിലേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ വസ്തുക്കളും, ആ വസ്തുക്കളാണ് നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാകുന്നതെങ്കിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചു പരിപാലിച്ച പടച്ച റബ്ബിനേക്കാൾ, അവനിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അനുഗ്രഹീതരായ പ്രവാചകരെക്കാൾ, നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാ പരിശ്രമങ്ങളെക്കാളും വിഷയങ്ങളെക്കാളും ദീനിയായ നിലക്കുള്ള ജിഹാദിന്റെ വഴികളെക്കാളും നിങ്ങൾക്ക് പരിഗണന നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളോടും വസ്തുക്കളോടും സ്ഥലങ്ങളോടുമാണെങ്കിൽ, 3 കാര്യങ്ങളാണല്ലോ ഒരാൾക്ക് ഉണ്ടാകുക. 1 വ്യക്തിപരമായ ബന്ധങ്ങൾ, 2 വിഷയസംബന്ധിയായ ബന്ധങ്ങൾ, 3 സ്ഥലപരമായ ബന്ധങ്ങൾ. ഈ 3 ബന്ധങ്ങളെയും എടുത്തു പറഞ്ഞിട്ട് അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ നിങ്ങൾക്ക് പരിഗണനയെങ്കിൽ, നിങ്ങൾക്കതാണ് പരിഗണനയെങ്കിൽ അല്ലാഹു പറയുകയാണ്, ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അവിടെ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കേണ്ടത് സന്തോഷമല്ല, സമാധാനമല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയാണ് പ്രതീക്ഷിക്കേണ്ടത്. വളരെ പെട്ടെന്ന് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ വരാനുള്ള സാധ്യതയാണ്, അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം വരാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ ആ ശിക്ഷയും കാര്യങ്ങളും സാവകാശമായിരിക്കാം.
എന്തായാലും ജീവിതത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വ്യക്തിപരമായ തൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഗണനയുമാകുന്നുവെങ്കിൽ, അതാണ് പ്രധാനമാകുന്നുവെങ്കിൽ, അവന് അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിന്ന് ശിക്ഷയാണ് പ്രതീക്ഷിക്കേണ്ടത്, പരീക്ഷണങ്ങളെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. വിശ്വാസികളെ, നമുക്കതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏറ്റവും പ്രധാനമായി മാറണം, എല്ലാത്തിനേക്കാളും അപ്പുറമായി മാറണം. ഹബീബിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള മനസ്സു വേണം, സമർപ്പിക്കാനുള്ള മനസ്സു വേണം. ആ മനസ്സിന്റെ ഭാഗമാണ് നിങ്ങൾ കണ്ടോ, സ്വഹാബാക്കൾ അഖിലവും ഈ ആശയത്തെ മനസ്സിൽ പേറിയിട്ടാണ് അവര് നിത്യമായി ഹബീബിന്റെ മുന്നിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഈ വാചകമൊന്ന് മനസ്സിൽ തറക്കണം. മഹാന്മാര് പറഞ്ഞ വാചകത്തിന്റെ കൂടെ നമ്മുടെ ശരീരത്തെയും ചേർത്തു വെച്ചുകൊണ്ടൊന്ന് ചെറിയ സഞ്ചാരം നമുക്കിവിടെ നടത്താവുന്നതാണ്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. എന്റെ വാപ്പയും ഉമ്മയും അങ്ങയ്ക്കു ദണ്ഡമാണ്, സമർപ്പണമാണ്. ഓ തിരുദൂതരേ, ഹബീബുണ്ടെന്ന് സങ്കൽപ്പിക്കാമോ നിങ്ങൾക്ക്? ഈ സദസ്സിൽ ഹബീബുണ്ടെന്ന് സങ്കൽപ്പിക്കാമോ? അവിടുത്തെ സാന്നിധ്യമുണ്ടെന്ന് സങ്കൽപ്പിക്കാമോ? അങ്ങനെ സങ്കൽപ്പിക്കാമെങ്കിൽ അല്ല, ഈ സദസ്സിലേക്ക് ലോകത്തിന്റെ നായകരൊന്ന് കടന്നു വരുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിക്കാമോ? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? ആ നിലക്ക് ഈ സദസ്സിലേക്ക് വരുന്നു എന്ന ചിന്ത വരുമ്പോൾ നിങ്ങളെ അതിനുവേണ്ടിയുള്ള മാനസിക പ്രതികരണം എന്തായിരിക്കും? ഞാൻ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? ഞാൻ ഈ വിധത്തിലാണോ പ്രതികരിക്കേണ്ടത്? ഈ സദസ് ഇങ്ങനെയാണോ ആകേണ്ടത്? ഞാൻ ഏതു വിധത്തിലാണ് ആ മുത്തുനബിയെ സ്വീകരിക്കേണ്ടത്? ഏതു തലത്തിലാണ് ഞാൻ ഈ സദസ്സിൽ പ്രതികരിക്കേണ്ടത്? ആശങ്കയിലാണ്, എങ്ങനെയാണെന്ന നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഹബീബിന് വേണ്ടി ഒരുക്കേണ്ടത് എന്തൊക്കെയാണ്? എൻ്റെ കയ്യിൽ പിടിക്കുന്ന മൊബൈലിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്തു കളയേണ്ടതുണ്ടോ? ചിലതിനെ മാറ്റിയിട്ട് വേറെ ചിലതിനെ ഞാൻ സ്റ്റോർ ചെയ്യേണ്ടതുണ്ടോ? ഹൃദയാന്തരങ്ങളിൽ ഞാൻ ചേർത്തു വെച്ച കാര്യങ്ങളിൽ ചിലതൊന്ന് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടോ? അതുമായി എന്നെ ഹബീബിനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് അവിടുത്തോട് സാന്നിധ്യം അറിയിക്കാൻ പറ്റുമോ? ഇങ്ങനെ ആലോചിച്ചു നോക്കൂ നിങ്ങള്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചിലത് പിഴുതു മാറ്റണമെന്നാണ്. എൻ്റെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് എന്തൊക്കെയോ ഞാൻ എവിടെയോ ഒളിപ്പിച്ചു വെക്കണമെന്നാണ്. എൻ്റെ ഹബീബ് വരുമ്പോൾ അതവിടെ കാണാൻ പറ്റില്ല. എൻ്റെ പ്രൈവറ്റ് റൂമിലെ മേശക്ക് പുറത്തുള്ള ചില കാര്യങ്ങൾ എടുത്തു വെക്കണമെന്നാണ്, മാറ്റിവെക്കണമെന്നാണ്. ഇതാണ് നമുക്ക് തോന്നുന്നത്. അതല്ല, എനിക്കൊന്നും മാറ്റിവെക്കേണ്ടതില്ല, എനിക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി സ്വീകരിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് എൻ്റെ ഹൃദയം. അങ്ങനെയാണ് എൻ്റെ റൂം, അങ്ങനെയാണ് എൻ്റെ സാന്നിധ്യം, അങ്ങനെയാണ്. ഇത് നമുക്ക് പറയാൻ കഴിയുമോ? ഞാനിത് വെറുതെ പറഞ്ഞതല്ല, ഒരു പ്രസക്തമായ ആലോചന ഹൃദയാന്തരങ്ങളിൽ തരാനാണ്. പാപിയായ റാഷിദ്, ഒന്നിനും കൊള്ളാത്ത എനിക്ക് ഈ സദസ്സ് പിരിയുമ്പോഴേക്ക് ഒരനക്കം ആത്മീയമായ വളർച്ച ആഗ്രഹമുണ്ട്. അത് സാധിക്കാനാണ്. ഇന്നലെയുള്ളതിൽ നിന്നൊരു മഹബത്തിന്റെ വർധനവ് എനിക്ക് താല്പര്യമുണ്ട്. അതൊന്ന് ലഭിക്കാനാണ്
ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കുറെ വിവരങ്ങൾ കൈമാറാനല്ല, ഒരുപാട് സംഭവങ്ങൾ പറയാനല്ല. പ്രവാചകരുടെ പ്രകീർത്തന വഴിയിൽ അത്രയൊന്നും വിശാലമായി പറയാൻ ഞാൻ പ്രാപ്തിയുള്ളവനല്ല. ഞാൻ നിസ്സാരനാണ്, എൻ്റെ വിവരം പരിമിതമാണ്. കാരണം ആ നേതാവിനെ അറിയാൻ നമുക്ക് കഴിയില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ആ ഹബീബിനെ വരവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ആ മുത്തുനബിയോട് പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത വിവരദോഷിയാണ്, ജാഹിലാണു ഞാൻ. എനിക്കെന്നു മാത്രമല്ലല്ലോ, ലോകത്താർക്കെങ്കിലും ആ പൊൻപ്രഭയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ, കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, വ്യക്തമായ ബോധ്യങ്ങളുണ്ടോ? മുത്തുനബിയോട് ചേർന്ന് ജീവിച്ച് മാറിടത്തിൽ ഒട്ടിപ്പിടിച്ച് കിടന്ന മഹദിയാണ് സയ്യിദത്തുനാ ബീബി ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹാ. മനഃപൂർവമാണ് ആ പേര് ഞാൻ ഈ സദസ്സിൽ പറയുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ നിന്നിട്ടങ്ങകലെ മദീനയുടെ സഞ്ചാരത്തിലേക്ക് പോകുമ്പോൾ ഹുജറത്തു ശരീഫയുടെ പരിസരത്തൊന്നണയണമെന്ന് കൊതിക്കുമ്പോൾ പോകാൻ പറ്റിയ മനസ്സെനിക്കില്ല, ഞാൻ അതിന് യോഗ്യനല്ല. യോഗ്യരായ ചില ആളുകളെ ഒന്ന് മുന്നിൽ നിർത്തിയിട്ട് അവരെ പിന്നാലെ ഒന്ന് മെല്ലെ നടന്ന് നോക്കിയാലോ, അതാഗ്രഹിച്ചിട്ടാണ് നമ്പർ 1 പേഴ്സണായി ബീവി ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹയെ ഓർമ്മിക്കുന്നത്. മുത്തുനബിക്ക് വേണ്ടി എല്ലാം കൊടുത്തവർ. ഫിദാക ബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഈ വാചകത്തെ എത്രമേൽ ബൃഹത്തായിട്ടാണ് ആ മഹദി അർപ്പിച്ചതെന്നറിയുമോ? ഒറ്റ ഉദാഹരണം പറയാം. അതേ, ആ മഹദി വിവാഹാലോചന നടത്തുകയാണ്. പ്രമാണിയാണ്, പ്രസക്തയാണ്, പലരും ആഗ്രഹിച്ച പെണ്ണാണ്. അറബ് ലോകത്തെ പ്രധാനികൾ പറഞ്ഞു, വാപ്പയില്ലാതെ ജനിച്ചു വളർന്ന, ജീവിതത്തിലൊരു വഴിയില്ലാത്ത ഈ സാധുവായ മുഹമ്മദിനെ ഭർത്താവായി സ്വീകരിക്കണം എന്ന് ചോദിച്ചു. ഞങ്ങൾ എത്ര ആളുണ്ട് ഇവിടെ എന്ന് ചോദിച്ചു. പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടു. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അതിൽ ആ സന്ദർഭത്തിൽ എന്താണ് ആലോചിച്ചത്? ഇവർക്ക് ആകെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. അതെന്താണ്? ഞാൻ സെലക്ട് ചെയ്യുന്ന ഭർത്താവിന് സാമ്പത്തികമായ ശേഷിയില്ല എന്നതല്ലേ. മഹദി അവർകൾ അവിടെ ആലോചിച്ച കാര്യം എന്താണെന്നറിയോ? അവിടെ ആലോചിച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്തു? മക്കയിലെ പ്രമാണികമാരെ മുഴുവനും വിളിച്ചുകൂട്ടി. എല്ലാവരെയും സൽക്കാരത്തിനു വേണ്ടി വിളിച്ചു ചേർത്തിട്ട് ആ പ്രമാണികാരുടെ മുഴുവനും മുമ്പിൽ നിന്നുകൊണ്ട് ബീവി ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ, ഞാൻ സ്വീകരിക്കാനിരിക്കുന്ന എൻ്റെ ഭർത്താവിന് നിങ്ങൾ കണ്ട കുറവ് സാമ്പത്തികമായ ശേഷിക്കുറവാണ്. എന്നാൽ ഞാൻ ഇന്നൊരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. ആ കാര്യം എന്താ അറിയോ? ഈ മക്കയിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള പെണ്ണാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ സാമ്പത്തികമായ നിലക്കുള്ള എന്തെല്ലാം ആസ്തികളുണ്ടോ ആ ആസ്തികളെ മുഴുവനും ഇന്നത്തെ ദിവസം മുതലുള്ള അതിൻ്റെ യഥാർത്ഥ മാലിക്, അതിൻ്റെ യഥാർത്ഥ മുതലാളി, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവകാശി അത് ഇന്നു മുതൽ ആരാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എൻ്റെ എല്ലാ സമ്പാദ്യത്തിൻ്റെയും പൂർണ്ണ അവകാശം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. നിങ്ങളെ പരാതി തീർന്നോ? ഇനി ആ പരാതി പറയണ്ടല്ലോ. ഇത് പാവപ്പെട്ടയാളാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. സഹോദരങ്ങളെ, എത്രമാത്രം വലിയ സമർപ്പണമാണ്! ജീവിതത്തിൽ ഉണ്ടായിരുന്ന സർവ്വ സമ്പാദ്യങ്ങളെയും ഒരാശങ്കയുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു അസ്വസ്ഥതയില്ല, ഒരു കാൽക്കുലേഷൻ നടത്തുന്നില്ല, നാളെ എന്ത് എന്ന ആലോചനയില്ല, എന്നെ ഉപേക്ഷിക്കുമോ എന്ന ചിന്തയില്ല. ഇതൊന്നുമില്ലാതെ ഒറ്റയടിക്ക് തീരുമാനിച്ചു പറയാൻ ഇതിൻ്റെ അവകാശം ഞാൻ തൽക്കാലം വേണ്ടൊക്കെ മൂപ്പർക്ക് കൊടുത്തോളും എന്നല്ല. അങ്ങനെയല്ല. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദബിന് പറ്റിയതല്ല.
അള്ളാഹു അങ്ങനെയുമല്ല ഹബീബിനെ യഥാർത്ഥത്തിൽ ഭൂമി ലോകത്ത് ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് അവകാശത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ പ്രിയ പത്നി ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എല്ലാം അങ്ങ് തീർത്തെഴുതി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്, ഇസ്ലാമിക ദഅവത്തിന്റെ വഴിയിൽ ഖദീജ ബീവിയുടെ ധനം ഉപയോഗപ്പെട്ടയത്ര ലോകത്തൊരാളുടെ ധനവും ഉപയോഗപ്പെട്ടിട്ടില്ല. ലോകത്തൊരാളുടെ ധനം ഉപയോഗപ്പെട്ടിട്ടില്ല. കാരണം ഒന്നുമില്ലാത്ത ഒരു പരിതസ്ഥിതിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഹബീബിന് വേണ്ടി ഒരുക്കുന്ന സംരക്ഷണത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഇടങ്ങളാണ്. അള്ളാഹു എവിടെയും വെറുതെയാക്കിയിട്ടില്ല, എവിടെയും കൈയൊഴിക്കുന്നില്ല. സ്നേഹപൂർവമായ ഇടപെടലുകളാണ്, സന്തോഷപൂർണമായ കൈമാറ്റങ്ങളാണ് സഹോദരങ്ങളെ. അപ്പൊ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സമർപ്പണത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. എല്ലാത്തിനെയും സമർപ്പിക്കുകയാണ്. ഇപ്പൊ ഖദീജ ബീബി മാത്രമേ ഉള്ളൂ, അവിടുത്തെ ശരീരം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. നമ്മൾ ആലോചിക്കണം, നമ്മുടെയൊക്കെ മനോഭാവം എന്താണ്? നമ്മുടെയൊക്കെ മനോഭാവം എന്താണ്? ചിന്തിച്ചാൽ മതി, ഞാൻ പറയണില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ 2000 ദിർഹംസ് തന്നാൽ, അയ്യോ 2000 അല്ലെങ്കിൽ 1000 ദിർഹംസ് തരണം, ഒരു 500 ദിർഹംസ് തരണം. അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ആലോചനകളാണ്, ഒരു മാസത്തെ കാൽക്കുലേഷൻ ഇങ്ങനെ വരികയാണ്. എന്താകും? എൻ്റെ സാലറി ഇത്രയാണ്, 5000 ആണ്, അപ്പൊ ഇത് കൊടുത്താൽ ബാക്കി എന്താകും? ഇങ്ങനെ ആലോചിച്ച് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ അത് ഒരു 100 ദിർഹംസ് അല്ലെങ്കിൽ 200 എത്രക്കാണോ എനിക്ക് ചുരുക്കാൻ പറ്റുക എന്നാണ് നമ്മൾ ആലോചിക്കുക. എന്നാൽ ഇഷ്കുള്ളവർ, മഹബത്തുള്ളവർ, സമർപ്പണമുള്ളവർ ഫിദാക യാ റസൂലല്ലാഹ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുന്നവർ, അവർക്ക് മറുത്തൊരു ആലോചനയില്ല. എൻ്റെ ഹബീബാണ്, ആ ഹബീബിന് വേണ്ടി എന്തു കൊടുത്താലും എനിക്ക് നഷ്ടാവൂല, എനിക്ക് വെറുതെ ആകൂല. അതുകൊണ്ട് ഞാൻ എല്ലാം കൊടുക്കുകയാണ്. ഫിദാക യാ റസൂലല്ലാഹ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെയാ പ്രതികരിച്ചത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള ഇഷ്ടപ്രകടനത്തിന്റെ അനുഭവങ്ങളാണ്. എല്ലാം അവിടത്തേക്ക് കൊടുക്കുകയാണ് അവകാശമായിട്ട്. അങ്ങനെ മുത്തുനബിയോട് ചേർന്നു നിന്ന മഹദിയാണ്. ആ മഹദിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് കൃത്യമായി പൂർണ്ണാർത്ഥത്തിൽ അറിയുമോ എന്ന് ചോദിച്ചാൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയും, ലാ, എനിക്കറിയില്ല. ഇനി നിങ്ങൾ വരുമോ? മദീനയിലേക്കുള്ള സഞ്ചാര വഴിയിൽ രണ്ടാമത്തെ വ്യക്തിത്വമാരാണ്? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരു സംശയവുമില്ലാതെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി ജീവിച്ച മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരെല്ലാം എത്ര മഹത്വമുള്ളവരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്. ഹബീബിൻ്റെ ചാരത്തണഞ്ഞ് എല്ലാം ആസ്വദിക്കാൻ അവസരം ലഭിച്ച മഹാന്മാരാണ്. അവരെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമുക്ക് മദീനയിൽ നിന്ന് ഖബൂലിയത്ത് വേണ്ടത്. അതാഗ്രഹിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. സഹോദരാ, നിങ്ങളൊന്ന് നോക്കൂ. സിദ്ദീഖ് തങ്ങൾക്ക് മുത്തുനബിയെ അറിയാം, വല്ലാതെ അറിയാം. ആ അറിയുന്ന ഹബീബിനെ കുറിച്ച് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചാൽ, ഹബീബിന് പനി പിടിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് പനി പിടിച്ചു. പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങളോട് വന്ന് ചോദിച്ചു, അല്ലയോ സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾക്ക് പനി പിടിച്ചല്ലോ. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറയുന്ന മറുപടി, എനിക്ക് പനി പിടിക്കാനുള്ള കാരണം ഹബീബിൻ്റെ പനിയാണ് എന്നെ പനി പിടിപ്പിച്ചതെന്ന് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്. ഞാൻ രോഗിയായി പോയി. എങ്ങനെയാ ഞാൻ രോഗിയായത്? എൻ്റെ ഹബീബിൻ്റെ മറന്ന്, ഹബീബിൻ്റെ മറവാണ്, രോഗമാണ്.
എന്നെ രോഗിയാക്കിയതെന്ന് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്. ആലോചിക്കണേ, അവര് തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഊഷ്മളത. അതേ, ശ്രദ്ധിക്കണേ, അവര് തമ്മിലുള്ള സ്നേഹത്തിന്റെ ഇടപെടലുകൾ. ഹബീബിന് ക്ഷീണമാകുമ്പോഴേക്ക് ഇപ്പുറത്ത് നിന്ന് ക്ഷീണമാകുകയാണ്. ഹബീബ് പനിക്കുമ്പോഴേക്ക് ഇപ്പുറത്തുനിന്ന് പനിച്ചു പോകുകയാണ്. ശരീരം രണ്ടാണ്, പക്ഷേ മനസ്സെത്രമേൽ ചേർന്ന് നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സ്നേഹബന്ധമുള്ള ആത്മബന്ധമുള്ള വ്യക്തിത്വങ്ങളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വല്ലാത്ത ബന്ധങ്ങളാണ്. ഞാൻ എൻ്റെ വിഷയം എവിടേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. സമയമായാൽ ഞാൻ അവിടെ അങ്ങ് നിർത്തും എന്നാണ് വിചാരിക്കുന്നത്. സഹോദരാ, നിങ്ങൾ നോക്കൂ, ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ താല്പര്യങ്ങളുടെ സുന്ദരമായ കാഴ്ചകളാണ്. കണ്ടോ, സിദ്ദീഖ് തങ്ങൾ വല്ലാതെ കരഞ്ഞൊരു സന്ദർഭമുണ്ട്. അത് സങ്കടപ്പെട്ടിട്ട് കരഞ്ഞതല്ല, സന്തോഷിച്ചിട്ട് കരഞ്ഞതാണ്. ആ സന്തോഷത്തിന്റെ കരച്ചിൽ എവിടെയാണെന്നറിയുമോ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകാനുള്ള തീരുമാനമെടുക്കുകയാണ്. അള്ളാഹു സമ്മതം കൊടുക്കുകയാണ്. പലരും ഇങ്ങനെ പോയി അവസാനം കുറച്ച് ആളുകളെ ബാക്കിയുള്ളൂ. അലിയാർ തങ്ങൾ ബാക്കിയുണ്ട്, അതേപോലെ തന്നെ സിദ്ദീഖ് തങ്ങൾ ബാക്കിയുണ്ട്. സിദ്ദീഖ് തങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് എപ്പോഴാണ് പോകേണ്ടി വരിക, ഞാൻ എപ്പോഴാണ് സഞ്ചരിക്കേണ്ടി വരിക, എനിക്ക് എൻ്റെ ഹബീബിന്റെ കൂടെ പോകാൻ കഴിയോ? ഇതാണ് സിദ്ദീഖ് തങ്ങളെ ആലോചന. ആ ആലോചനയിലായി നിൽക്കുമ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനിതാ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫബൈനമാ നഹ്നു യൗമൻ ജുലൂസും ഫീ ബൈതി അബീ ബക്കർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളുടെ വാപ്പയോടൊപ്പം പൊന്നുമോൾ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭമാണ്. ആ നബി ആ സന്ദർഭത്തിലാണ് ഖാല ഖായിലുൽ ലി അബീ ബക്കർ, അതാ സിദ്ദീഖ് തങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ്, ആദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേ അന്വേഷിക്കുകയാണ്, വരികയാണ്. ഫഖാല അബൂബക്കർ, ആ സമയത്തുടനെ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഫിദാഅൻ ലഹു അബീ വ ഉമ്മീ, എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും അവിടുത്തേക്ക് സമർപ്പണമാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണാവോ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്? ഈ ആകാംക്ഷയിൽ പ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എല്ലാം ഇങ്ങനെ വന്നു നിന്നു. വന്നിട്ട് സമ്മതം ചോദിക്കുകയാണ്. ആരോട്? സ്വശരീരം പോലും പ്രവാചകരുടെ മുന്നിൽ പ്രസക്തിയോടെ കാണാത്ത മുത്തുനബിയുടെ സഹധർമ്മിണിയുടെ പിതാവാണ്. ആ പിതാവിന്റെ മുന്നിലാണ് സമ്മതം ചോദിക്കുന്നത്. ഏറ്റവും അടുത്ത ആളുകളാണെങ്കിലും ഏത് വല്ലാത്ത ബന്ധമുള്ള ആളാണെങ്കിലും റൂമിൽ കയറി ചെല്ലുമ്പോൾ, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കുക എന്നത് സുന്നത്താണ്. അങ്ങനെ ചോദിച്ചിട്ടേ കയറി ചെല്ലാൻ പാടുള്ളൂ എന്നതാണ് വിശ്വാസികൾക്ക് പഠിക്കേണ്ട പാഠം. സിദ്ദീഖ് തങ്ങളോട് സമ്മതം ചോദിക്കാതെ ആധികാരികമായി തന്നെ കയറി പോകാൻ പറ്റൂലേ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റും, ഒരു പരാതി ഉണ്ടാവില്ല. ആ നിലക്ക് അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവിടെ നിന്ന് അങ്ങനെ ചെയ്തില്ല. ചില ആളുകളുണ്ട്, ഒരു ലൈസൻസും ഇല്ലാതെ റൂമുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണമില്ലാതെ കയറിപ്പോകുന്ന ആളുകൾ. അത് ശരിയല്ല. ഇസ്ലാമികമായി നമ്മൾ പാലിക്കേണ്ടത് മറ്റൊരാളുടെ റൂമിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ചേംബറിലേക്ക്, മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഒന്ന് സാങ്ഷൻ ചോദിക്കണം, സമ്മതം ചോദിക്കണം. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് സമ്മതം ചോദിക്കണം. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തരുന്നത്. ഫസ്തഅദന,
സമ്മതം ചോദിച്ചു. ഫഅദിന ലഹു, അങ്ങനെ സമ്മതം കൊടുത്തു. സിദ്ദീഖ് തങ്ങൾക്കറിയാം ഞാനിങ്ങനെ സമ്മതം കൊടുക്കേണ്ടതില്ല, പക്ഷേ ആ സംസ്കാരത്തെ അങ്ങനെ തന്നെ പതിവാക്കുകയാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീ ബക്കർ, വീട്ടിലേക്ക് കയറി വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? അഖ്റിജ് മിൻ അൻദിക്, നിങ്ങളുടെ അടുക്കൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ ഇവിടെ ആരൊക്കെ ഉണ്ട്? കാരണം ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു കുറച്ച് രഹസ്യ സ്വഭാവമുള്ള സംഗതിയാണ്, രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ്. അത്തരം ചില കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പരിസരത്തെക്കുറിച്ച് ആലോചിക്കണം എന്നുകൂടെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയായി കാണിച്ചു തരുന്നത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇന്നമാഹും അഹ്ലുക് ബി അബി അൻത യാ റസൂലല്ലാഹ്, ഓ നബി അങ്ങയുടെ ഭാര്യയാണ് ഇവിടെ ഉള്ളത്, വേറെ ആരും ഇല്ല, പുറത്തുള്ള വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഇന്നി ഖദ് ഉദിന ലീ ഫിൽ ഖുറൂജ്, ഓ സിദ്ദീഖ് തങ്ങളെ അല്ലാഹുവിൽ നിന്ന് എനിക്ക് സമ്മതം ലഭിച്ചിരിക്കുകയാണ്. ഈ കാര്യമാണ് അറിയിക്കുന്നത്. കാരണം ശത്രുക്കൾ കാത്തു നിൽക്കുന്നുണ്ട് പ്രവാചകരെ രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ യാത്രയെക്കുറിച്ചുള്ള സംസാരം സ്വകാര്യമാണ്. ആ സ്വകാര്യ സംസാരം പുറത്തു പോകരുതെന്ന ജാഗ്രതയാണ്. നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും പരിസരത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന ചിന്ത കൂടെ നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെ ലൈസൻസ് ഇല്ലാതെ പറയാലല്ല, ഒന്ന് ആലോചിച്ചു വേണം. ഇവിടെ ആരൊക്കെ ഉണ്ട്, മറ്റൊരാൾ കേട്ടാൽ അതൊരു മോശമാകുമോ, അയാൾക്ക് പ്രയാസാവോ, അയാൾ കേൾക്കാതിരിക്കേണ്ടതാണോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയോടെ നമ്മൾ ജാഗ്രതയോടെ സംസാരിക്കണം. അവിടുന്നാണല്ലോ നമുക്ക് മാതൃക, ആ മാതൃകയിൽ നിന്നാണല്ലോ നമ്മളെല്ലാം പഠിക്കേണ്ടത്. നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോ ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സ്വഹാബ ബി അബി അൻത യാ റസൂലല്ലാഹ്, ഓ നബിയേ അങ്ങയുടെ സഹചാരിയായിട്ട് പോരാൻ എനിക്ക് പറ്റുമോ? യാ റസൂലല്ലാഹ്, അകതാരിലുള്ള ആഗ്രഹമാണ്. ഇതൊരു ദുഷ്കടം പിടിച്ച യാത്രയാണ്, എളുപ്പമുള്ള യാത്രയല്ല. കാരണം ശത്രുക്കളായ ആളുകൾ ഒരിക്കലും പ്രവാചകരെ വിടൂല. ഇവിടുന്ന് വിടാതിരിക്കാനുള്ള ജാഗ്രത മുഴുവനുണ്ട്. അതുകൊണ്ടാണല്ലോ വാളും പിടിച്ച് യോദ്ധാക്കൾ അവിടുത്തെ വീട് വളഞ്ഞു നിന്നത്. അങ്ങനെയൊരു പരിതസ്ഥിതിയില യഥാർത്ഥത്തിൽ ഈ യാത്ര നടക്കാനിരിക്കുന്നത്. അവിടെയാണ് ചോദിക്കുന്നത്, എനിക്ക് കൂടെ വരാൻ പറ്റുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഅം, അതേ വരാം. ഈ രംഗമാണ്. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് കാണാം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഫറഅയ്തു അബൂബക്കറിൻ യബ്കി, ഈ സമ്മതം അങ്ങ് കിട്ടിയപ്പോൾ അതാ പിതാവിനെ ഞാൻ കാണുകയാണ്, കരയുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. വമാ കുന്തു അഹ്സബു അന്ന അഹദൻ യബ്കി മിനൽ ഫറഹി, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഒരാളെയും ഒരു സന്തോഷത്തിന്റെ പേരിൽ ഇങ്ങനെ കരയുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. സിദ്ദീഖ് തങ്ങൾക്ക് സന്തോഷം കൊണ്ട് വല്ലാത്ത കരച്ചിലാണ്. കാരണം മുത്തുനബിയോടുള്ള ഈ ദുഷ്കടമായ യാത്രയിലുള്ള സഹവാസമാണ് എനിക്ക് ലഭിച്ചത്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. എന്തൊരു കാഴ്ചയാണത്, എന്തൊരു കാഴ്ചയാണത് സഹോദരങ്ങളെ. ഹബീബിന്റെ മുന്നിൽ നമ്മുടെ പാപഭാരമുള്ള ശരീരത്തെ സമർപ്പിക്കാനുള്ള പുറപ്പാടാണല്ലോ. അതിനു മുമ്പിൽ ഈ മഹാന്മാരെ വെക്കുകയാണ്. ഞാൻ ഇവരെ കുറിച്ച് എന്തിനാ പറഞ്ഞത്? ഹബീബിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ പറഞ്ഞതാണ്. അവര് രണ്ടുപേരോടുമായി നിങ്ങൾ ചോദിക്കൂ, ഹബീബിനെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ അറിയുമോ? സിദ്ദീഖ് തങ്ങൾ പറയും, അറിയൂല, എനിക്ക് അറിയൂല എന്നേ അവിടുന്ന് പറയൂ.
അതുകൊണ്ടാണ് മുഹമ്മദുൽ ബുസൂരി റളിയല്ലാഹു അൻഹു പാടിയത്. അതേ ഫകൈഫ യുദ്രികു ഫി ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസൽ ലൗ അൻഹു ബിൽ ഹുലൂമി. ചെല്ല മദീനത്തേക്ക് ഒരു സ്വലാത്ത് മൗലായ. للخلق كلهم فكيف يدرك في الدنيا حقيقته. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാഥാർത്ഥ്യത്തെ ഈ ദുനിയാവിൽ എങ്ങനെ അറിയും, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കഴിയൂല. കാരണം എന്താണ്? അള്ളാഹുവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ, അത് ലോകത്ത് അറിയാത്ത എത്രയോ അത്ഭുതങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളെ അറിയാനുള്ള ഒരു വഴിയില്ല. അതുകൊണ്ട് ആർക്ക് എങ്ങനെ അറിയാൻ പറ്റും? പിന്നെ എന്താണ് നമുക്കറിയുന്നത്? ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലുമി. നമ്മൾ ചില കാര്യങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുപോകാറുണ്ട്. അത്തരം ചില കാഴ്ചകൾ, പരിമിതമായ ചില അറിവുകൾ, ആ അറിവുകൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ അറിവിൽ നിന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സഹോദരങ്ങളെ, ആ വിശാലമായി കിടക്കുന്ന ലോകത്തിൻ്റെ നേതാവിൻ്റെ ശ്രേഷ്ഠമായ വിചാരങ്ങളിൽ നിന്ന് ചിലത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഗ്രഹിച്ചും അനുഭവിച്ചും സായുജ്യമടയാൻ ചിന്തിക്കുന്നവർ അവരേതൊക്കെ വിധത്തിലാണ് പ്രതികരിക്കുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തന വഴിയിലാണ് പരിധിയില്ലാത്ത സ്നേഹപ്രകടനത്തിൻ്റെ ലോകത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാഴ്ചയിൽപ്പെട്ടതാണ് മണൽത്തിരിയെടുത്ത് കയ്യിൽ പിടിച്ച് ചുംബിച്ചത്. അകലങ്ങളിൽ നിന്ന് ഹബീബിനോടെങ്ങനെ ആത്മബന്ധം സ്ഥാപിക്കാമെന്ന ആലോചന മനസ്സിൽ വന്നത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന വികാരത്തിലേക്ക് വിശ്വാസികൾ മാറുന്നത്. അങ്ങനെ മാറുമ്പോഴാണ് ഹബീബിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെയാണോ, എൻ്റെ റൂം ഈ വിധത്തിലാണോ, എൻ്റെ പരിസരങ്ങൾ ഇങ്ങനെയാണോ ആകേണ്ടതെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. മാറ്റത്തിന് വേണ്ടി ആലോചിച്ചുകൊണ്ടാണ് ഹബീബിനെ കുറിച്ച് കേൾക്കേണ്ടത്. കൽബിൽ നിന്ന് എന്തൊക്കെയാണോ ഇന്നത്തെ ഈ രാത്രിയിൽ എടുത്തു മാറ്റേണ്ടത്, ഹബീബിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അതെല്ലാം എടുത്തൊന്ന് മാറ്റിവെച്ചിട്ട് ഹബീബിന് ഇഷ്ടമുള്ളതിനെ കൽബിലേക്ക് പതിച്ചിട്ടിട്ട് ശരീരത്തിൻ്റെ മറ്റു ബന്ധങ്ങളെയെല്ലാം വിച്ഛേദിച്ചിട്ട് അനാവശ്യമായി ഹവൻ നഫ്സിനനുസരിച്ച് സഞ്ചരിക്കുന്നതിന് ഒന്ന് മാറ്റിവെച്ചിട്ട് മുത്തുനബിയെ സ്വീകരിക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൊന്ന് നിരതമാകുമോ? അങ്ങനെയൊന്ന് പ്രതിജ്ഞയെടുക്കുമോ? ഹറാമിൻ്റെ ലോകത്തുകൂടെ സഞ്ചരിച്ചറിയാതെ പോകുന്നവർ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൽബുകൊണ്ട്, കൈകാലുകളെ കൊണ്ട് വേണ്ടാത്തരങ്ങൾ ചെയ്തു പോയവർ, എല്ലാത്തിനുമുള്ള പരിഹാരം ഹബീബിന് വേണ്ടി അതൊക്കെ ഒന്ന് പിഴുതു മാറ്റിയിട്ട് അവിടുത്തേക്ക് ചേരലാണ്. ചേർന്നാലോ അവിടുന്ന് നമ്മെ അവഗണിക്കൂല, നമ്മെ വെറുതെയാക്കൂല. അവിടുന്ന് നമ്മെ ചേർത്തു നിർത്തുന്ന നേതാവാണ്. സൈലോ ദാമൻ സഖിക്കാതാമലോ കുച്ച് ന കുച്ച് നാം ഹോ ഹി ജായേഗാ. യാചിക്കുന്നവനെ, ആവലാതിപ്പെടുന്നവനെ, സങ്കടപ്പെടുന്നവനെ മദീനയുടെ ഇടവഴികളിലൂടെ സഞ്ചരിക്കുമോ? അവിടെയുള്ള രാജകുമാരൻ്റെ മുന്നിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമോ? അങ്ങനെ ഉന്നയിച്ചാൽ കുച്ച് ന കുച്ച് നാം ഹോ ഹി ജായേഗാ. അവിടുത്തെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് വല്ലതും തരാതിരിക്കൂല, വെറുതെയാക്കൂല.
അവിടുത്തെ ആഗ്രഹിച്ച് ചെന്നവർക്കെല്ലാം കൊടുക്കും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു പോരുന്നത് ഫിദാക യാ റസൂലല്ലാഹ്, ഈ ഒരു തലവാചകത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഒന്ന് സമർപ്പിക്കാനുള്ള ശ്രമമാണ് ഹബീബിന്റെ ആത്മീയ സാന്നിധ്യമുള്ള ഈ സദസ്സിലെ. കണ്ടോ, മഹാന്മാരായ ആളുകൾ സമർപ്പിക്കുന്നതിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ പറഞ്ഞു. ഇനി വരാ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിലേക്ക് തങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഹബീബിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന വിധങ്ങളാണ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. പേർഷ്യക്കാരനാണ് സൽമാൻ തങ്ങൾ. അതേ അസ്ബഹാൻ എന്ന സ്ഥലത്തിലുള്ളയാളാണ്. അവിടെ ജീവിച്ചിങ്ങനെ പോകുകയാണ്. അവിടെ അതേ അഗ്നിക്ക് ആരാധിക്കുന്ന കുടുംബത്തിലാണ് മഹാനവറുകളുടെ ജീവിതമായിട്ടുള്ളത്. അങ്ങനെ ജീവിച്ചു പോകുമ്പോ അവിടെ പിതാവ് നല്ല സുന്ദരനായ ചെറുപ്പക്കാരനാണ്, നല്ല സൗന്ദര്യമുള്ളയാളാണ്. അപ്പൊ മകനെ പ്രത്യേകിച്ച് ഒരു പരിഗണനയാണ് പിതാവിന്. ആ പിതാവ് എവിടെയും പറഞ്ഞേക്കൂല. അവരാരാധനയുടെ മൂർത്തിയായി കാണുന്ന ഈ തീയെ ഇങ്ങനെ കത്തിക്കുക എന്ന പണിയാണ് ആർക്ക് കൊടുക്കുന്നത്? സൽമാൻ തങ്ങൾക്ക് കൊടുക്കുന്നത്. അത് നിരന്തരം ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് പണി. വീട്ടിൽ നിന്ന് എവിടെയും പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ പോകാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരവസരത്തിൽ പിതാവ് പറഞ്ഞു, എനിക്ക് വിശാലമായൊരു തോട്ടമുണ്ട്, ആ തോട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരവസരം സൽമാൻ തങ്ങൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ലഭിക്കുമ്പോൾ അവിടേക്ക് പോകുകയാണ്. പോകുന്ന സമയത്ത് അദ്ദേഹം പോകുന്നത് ക്രിസ്ത്യാനികളായ ചർച്ചിന്റെ പരിസരത്തു കൂടെയാണ് സൽമാൻ തങ്ങള് അവിടെ ഇങ്ങനെ നടന്നു പോകുന്നത്. അവിടെ എത്തിയപ്പോ അവിടെ ചില കോലാഹലങ്ങൾ, ചില സംസാരങ്ങൾ, അവരെന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. വഹും യുസല്ലൂൻ, ചില നമസ്കാരങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കാണുന്നത്. അങ്ങനെ കണ്ടപ്പോ എനിക്ക് അതിലൊരു ആകർഷണീയത തോന്നി. അങ്ങനെ ആകർഷണീയത തോന്നിയപ്പോ ഞാൻ മെല്ലെ എന്ത് ചെയ്തു? മെല്ലെ ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമം എൻ്റെ മറ്റൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വാപ്പയോടെ മെല്ലെ സമ്മതം വാങ്ങിയിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ മെല്ലെ പുറപ്പെടും. എവിടേക്ക്? ഈ കനീസകളിലേക്ക് പോകും. എന്നിട്ട് അവിടെയുള്ള പുരോഹിതന്മാരോട് ഞാൻ വിഷയങ്ങൾ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചപ്പോൾ വേദങ്ങളിലെ ചില കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ആരാധന നടത്തുന്നയാളാണ്, എനിക്കതിനേക്കാൾ ആകർഷണീയത തോന്നുന്നത് നിങ്ങളുടെ ആരാധനകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുരോഹിതന്റെ സവിധത്തിൽ പല ആവർത്തിച്ചെന്നു കാണുന്ന പരുവത്തിലായപ്പോൾ ഇതിനെക്കുറിച്ച് പിതാവ് അറിഞ്ഞു. അതേപോലെ തന്നെ വീട്ടുകാരറിഞ്ഞു. അറിഞ്ഞ സന്ദർഭത്തിൽ സൽമാൻ തങ്ങളെ വീട്ടിൽ ബന്ദിയാക്കി. അവിടെ ബന്ദിയാക്കി കളഞ്ഞു. ആ കാലിന് ചങ്ങലയിട്ട് വീട്ടിൽ ഇരുത്തി കളഞ്ഞു. ഈ മകൻ നഷ്ടപ്പെടരുത് എന്ന് ആലോചിച്ചിട്ട് വാപ്പ വന്നിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ പൂർവ്വപിതാക്കൾ ആചരിച്ച ആചാരവും വിശ്വാസവും അതാണ് പ്രധാനം, ഈ നസാറാക്കളുടെ ഏർപ്പാടല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, വാപ്പ, എനിക്ക് കൂടുതൽ ആകർഷണീയത തോന്നുന്നത് അതാ, അതുകൊണ്ട് ഈ പണി ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് സൽമാൻ തങ്ങൾ പറയുകയാണ്. അങ്ങനെ കുറച്ചു കാലങ്ങൾ പോയി. ഒരവസരം ആ ചങ്ങലയിൽ നിന്ന് ബന്ധിക്കപ്പെട്ട പരിതസ്ഥിതിയിൽ നിന്ന് മഹാനവറുകൾ രക്ഷപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേ പുരോഹിതനെ തേടിപ്പോയി. നേരത്തെയുള്ള പുരോഹിതനെ കണ്ടില്ല. വഴിയിൽ മറ്റൊരു പുരോഹിതനെ കണ്ടു. കണ്ട മാത്രയിൽ അയാളോട് പറഞ്ഞു, ഞാനിതാ ഇങ്ങനെ പോന്നതാ, വീട്ടിൽ നിന്ന് പോന്നതാ, എനിക്ക് നിങ്ങളോട് ചിലത് സംസാരിക്കണം, നിങ്ങൾ ചില കാര്യങ്ങൾ എനിക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ആ പുരോഹിതനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, അങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ ആകൃഷ്ടമായി ചോദിച്ചു, എന്നെ ഇവിടെ നിർത്തുമോ? ഞാനിവിടെ താമസിച്ചോട്ടെ? ഞാൻ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. കുറച്ചു കാലം അവിടെ താമസിച്ചു. അപ്പൊ തോന്നി ചില കാര്യങ്ങളിലൊക്കെ കുഴപ്പമുണ്ട്, ഇതൊരു പൂർണ്ണതയുള്ള ആശയമായിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും സഞ്ചരിക്കുന്നു. മറ്റൊരു പുരോഹിതന്റെ സവിധത്തിലെത്തുകയാണ്. ആ പുരോഹിതന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത രീതിയിൽ ചിലത് ഇഷ്ടപ്പെടാത്തത് വന്നു. ആളുകളോടൊക്കെ വല്ലതും ഇവിടെ ഈ ആരാധനാലയത്തിലേക്ക് നൽകാൻ പറയുന്നു. അതിൽ നിന്ന് പ്രധാനപ്പെട്ടതെല്ലാം ഇയാൾ മാറ്റിവെക്കുന്നു. ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇയാൾ ശരിയില്ല. അവിടുന്ന് വീണ്ടും ഇറങ്ങി സഞ്ചാരമാണ്. ആ സഞ്ചാര വഴിയിൽ പുരോഹിതന്മാരിൽ നിന്ന് പലതും സൽമാൻ തങ്ങൾ പഠിച്ചു.
അങ്ങനെ പഠിച്ചപ്പോൾ അപ്പോഴാണ് ബോധ്യമായത് സത്യമായൊരാശയത്തെ തേടിയുള്ള യാത്രയാണെന്ന്. ആ യാത്രയിൽ അന്വേഷിക്കുകയാണ്, ഒരു പ്രവാചകനെ കുറിച്ചുള്ള അന്വേഷണമാണ്. ആ അന്വേഷണത്തിന്റെ വഴിയിൽ വീണ്ടും സഞ്ചരിച്ചപ്പോൾ മറ്റൊരു പണ്ഡിതന്റെ അടുക്കലേക്ക് എത്തി. ശ്യാമിൽ നിന്നാണ് ആ പണ്ഡിതന്റെ അടുക്കലെത്തിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഉപദേശങ്ങൾ നൽകുമോ? അയാൾ ഉപദേശങ്ങൾ നൽകുകയാണ്. ആ ഉപദേശങ്ങളൊക്കെ നല്ലതായിട്ട് തോന്നി. ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ അദ്ദേഹത്തിന് രോഗമായി. അപ്പോഴാണ് സൽമാൻ തങ്ങൾ ചോദിക്കുന്നത്, എനിക്കിതിൻ്റെ തുടർച്ചയിൽ ആരാണ് സമീപിക്കാനുള്ളത്? നിങ്ങൾ എനിക്ക് ആരെങ്കിലും റഫർ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അദ്ദേഹം മറ്റൊരു പുരോഹിതനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം മരിച്ചപ്പോൾ അവിടേക്ക് സഞ്ചരിച്ചു. അവിടേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ മനുഷ്യരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് കാത്തിരിക്കുന്നൊരു പ്രവാചകനിലേക്ക് എത്തിച്ചേരണമെന്ന്. ഈ പണ്ഡിതനോട് ചോദിച്ചു, എനിക്ക് അതാ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി എന്താണെന്ന്. അയാൾ പറഞ്ഞു, എനിക്കറിയില്ലെന്ന്. അങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞു. അയാളും ലോകത്തോട് പിരിഞ്ഞു പോകുകയാണ്. അന്വേഷണത്തിന്റെ തുടർച്ചയാണ്, ലോകത്തിന്റെ നേതാവിലേക്കുള്ള സഞ്ചാരത്തിന്റെ വഴികളാണ്. ആ വഴികളിലേക്ക് സഞ്ചരിച്ചപ്പോൾ വീണ്ടും ചില പണ്ഡിതന്മാരെ സമീപിച്ചു. അവസാനമായൊരു പണ്ഡിതനെ കുറിച്ച് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ സമയത്ത് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് എന്നോട് കൽപ്പിക്കാനുള്ളത്, നിർദ്ദേശിക്കാനുള്ളത്? അപ്പൊ ആ പണ്ഡിതൻ പറഞ്ഞു, ഇബ്നയ്യ വല്ലാഹി വല്ലാഹി മാ അലമു റജുലൻ അലാ മിസ്ലി മാ കുന്നാ അലൈഹി. അതെ, നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു മനുഷ്യനും എനിക്കില്ല. അതേസമയം നിസ്വീൻ എന്ന പ്രദേശത്തൊരാളുണ്ട്, ഫഅൽഹിഖ് ബിഹി, അദ്ദേഹത്തിലേക്ക് നിങ്ങൾ ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ തങ്ങൾ അവിടേക്ക് ചെന്നു. അയാളെ കൂടെ കുറെ കാലം താമസിച്ചു. അവിടെ നിന്നാണ് ലോകത്തിന്റെ നേതാവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പിക്ചർ ലഭിക്കുകയാണ്. അങ്ങനെ ലഭിക്കുകയാണ്. അമൂരിയ എന്ന സ്ഥലത്തേക്ക് വീണ്ടും സഞ്ചരിച്ചെത്തുകയാണ്. എത്തിയപ്പോൾ അവിടെ നിന്ന് ലഭിച്ചു പൂർവ്വഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വിവരമായി, വരാനിരിക്കുന്ന പ്രവാചകൻ ഈത്തപ്പന നിറഞ്ഞു നിൽക്കുന്ന നാട്ടിലാണ് വരുന്നത്. ആ നാടിൻ്റെ പ്രത്യേകതകളാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ അതേ, ആ നാടിൻ്റെ പ്രത്യേകത എന്താണ്? യഖ്റുജു ബി അർളിൽ അറബി മുഹാജിറൻ ഇലാ അർളി ബൈന ഹർറതൈൻ. പൂർവ്വഗ്രന്ഥങ്ങളിലെ കൃത്യമായ വിവരമാണ്. നിങ്ങൾ ആ പ്രവാചകനെ അന്വേഷിച്ചു പോകാം. അദ്ദേഹം ജനിച്ചു വീണ നാട്ടിൽ നിന്ന് വരുന്ന മുഹാജിറായി ഹിജറ നടത്തി വരുന്ന നാടുണ്ട്. ഹർറത്തൈൻ, 2 മലകൾ, അതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണത്. ബൈനഹുമാ നഖലും, ആ 2 പർവ്വതങ്ങൾക്കിടയിൽ എന്തുണ്ട്? അതേ, ഈത്തപ്പനകളുണ്ട്. അങ്ങനെയുള്ള നാടാണ്. ആ നാട്ടിലേക്ക് അദ്ദേഹം വരുമെന്നാണ് ഈ വിവരം പറഞ്ഞിട്ട് പറയുകയാണ്. അദ്ദേഹം ഇബ്രാഹിം മില്ലത്തിലേക്ക് വരുന്ന പ്രവാചകനാണ്. ഇതെല്ലാം വിശദീകരിച്ച് മദീനയുടെ മരുപ്പറമ്പിലേക്കുള്ള ശ്രദ്ധ കൊടുത്തിട്ട്, അവിടേക്ക് കൃത്യമായി ആലോചന കൊടുത്തിട്ട് സൽമാൻ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താണ് വിശദീകരിച്ചു കൊടുക്കുന്നത്? സൽമാൻ തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, യൗകുലുൽ ഹദിയ വലാ യൗകുലു സദഖ. അദ്ദേഹം ഹദിയ കഴിക്കും, സദഖ കഴിക്കൂല. ബൈന കതിഫൈ ഖാതുമൻ നുബുവ. അതേ, 2 ചുമലിന്റെ ഇടയിൽ നുബുവത്തിന്റെ അടയാളങ്ങളുണ്ട്. ഫൈനിസ്തതഅത അൻ തൽഹഖ ബിതിൽകൽ ബിലാദി ഫഫഅൽ. നിങ്ങൾക്ക് അദ്ദേഹം വരുന്ന നാടിലേക്ക് എത്തിപ്പെട്ട് കണ്ടുമുട്ടാൻ പറ്റുമോ എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചോ എന്ന് പറഞ്ഞു. അയാൾ അതിനുശേഷം മരിച്ചു
തിരിച്ചുപോയി. അമൂരിയയിൽ നിന്ന് അദ്ദേഹം സൽമാൻ തങ്ങൾ ആലോചിക്കുകയാണ്, എനിക്ക് ആ നാടിലെത്തണമല്ലോ. ലോകത്തിൻ്റെ നേതാവിനെ അറിയാനും അനുഭവിക്കാനുമുള്ള തീഷ്ണമായ യാത്രയുടെ വഴിയിലാണ്. അപ്പോഴാണ് കൽബ് തുജാർ, നഫർമിൻ കൽബിൻ തുജാർ, കൽബ് ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം ബിസിനസ്സുകാര് അവിടേക്ക് വരികയാണ്. അങ്ങനെ ഫഖുൽതു ലഹും, ഞാൻ അവരോട് ചോദിച്ചു, തഹ്മിലൂനി ഇലൽ അർളിൽ അറബി, നിങ്ങൾ എന്നെ അറബ് നാടിലേക്ക് കൊണ്ടുപോകുമോ? നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും തരാം എന്ന് പറഞ്ഞുകൊണ്ട് സൽമാൻ തങ്ങൾ എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധമാകുകയാണ്. ഖാലൂ, അവര് പറഞ്ഞു, നഅം, അതേ, ഞങ്ങൾ തന്നോളാം. എൻ്റെ കയ്യിലുള്ള ഒട്ടകങ്ങളെ മുഴുവനും അവർക്ക് കൊടുത്തു. അതിൻ്റെ ഭാഗമായി എന്നെ അവർ കൊണ്ടുപോയി. മദീനയിലേക്കുള്ള സഞ്ചാര വഴിയിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഹബീബിനെ ഒന്നറിയാനും അനുഭവിക്കാനും കൊതിച്ചുകൊണ്ടുള്ള യാത്രയുടെ വഴികളാണ്. മുത്തുനബിയിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ മഹാന്മാരോടൊപ്പം ഒന്ന് മദീനയിലേക്ക് എത്താൻ പറ്റിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സൽമാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളെ ഞാൻ ഇവിടത്തെ എടുത്ത് ഉദ്ധരിക്കുന്നത്. അങ്ങനെ എന്നെ അവർ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി മദീനത്താണ് അവരെത്തിയത്. മദീനത്തെത്തിയപ്പോൾ യഹൂദികളിൽപ്പെട്ട ഒരാൾക്ക് എന്നെ അങ്ങ് വിറ്റുകളഞ്ഞു. കരാറെന്താണ്? എൻ്റെ സമ്പാദ്യമൊക്കെ തന്നാൽ സ്വതന്ത്രമായി മദീനയിലേക്ക് അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് എന്നെ എത്തിക്കാമെന്ന്. അങ്ങനെ തീരുമാനിച്ചു പോയ ആ പോക്ക് മദീനയിലെത്തിയപ്പോൾ ഇവരെന്ത് ചെയ്തു? സൽമാൻ തങ്ങളെ അടിമയായി മാർക്കറ്റിൽ വിറ്റുകളഞ്ഞു. അങ്ങനെ വിറ്റതാർക്കാണ്? ഒരു യഹൂദിയായ മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്, ഞാനൊരടിമയായിരിക്കുന്നു. ഫകുന്തു ഇൻദഹു അബ്ദുൻ, ഞാനിതാ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു അടിമയാണ്. ലോകത്തിൻ്റെ നേതാവിനെ തിരിച്ചറിഞ്ഞിട്ട് വായിച്ചെടുത്ത വിവരങ്ങളിൽ നിന്ന്, കേട്ടറിഞ്ഞ വിവരങ്ങളിൽ നിന്ന് കാണാൻ കൊതിച്ച് ആഗ്രഹിച്ചു വന്ന ഒരു മനുഷ്യൻ്റെ സമർപ്പണത്തിൻ്റെ രീതിയാണ്. സൽമാൻ തങ്ങളപ്പോൾ ആലോചിക്കുകയാണ്, എനിക്ക് ആ പ്രവാചകൻ വരുന്ന നാട്ടിലെത്തിപ്പെടാൻ പറ്റിയല്ലോ. ഞാനൊരടിമയായാൽ എന്താണ്? ഞാനൊരടിമപ്പണി എടുത്താൽ എന്താണ്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു യാ നബി. حبيب سلام عليكم صلوات الله عليكم. അതേ, ലോകത്തിൻ്റെ നേതാവിൻ്റെ മുന്നിൽ ഒരടിമയായി നിൽക്കാനും മടിയില്ലാത്ത അനുയായികളെയാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനുള്ളത്. വിശ്വാസിയാകുന്നതിന് മുമ്പ് തന്നെ ആ പ്രിയപ്പെട്ട പ്രവാചകരെ കുറിച്ച് അറിഞ്ഞപ്പോഴേക്ക് അവിടുത്തെ ഒന്ന് കാണാനുള്ള കൊതിയുടെ കാരണത്താൽ, അവിടത്തേക്കൊന്ന് എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ അതേ, തൻ്റെ സ്വശരീരത്തെക്കാളും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിക്കുകയാണ്. ഫിദാക യാ റസൂലല്ലാഹ്, ആ ഹബീബിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതിൻ്റെ രീതി കണ്ടോ? ഞാനൊരടിമയായിക്കോളാം. അടിമയായ എന്നെയും കൂട്ടിയിട്ട് എവിടേക്കാ പോയത്? അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്കാ പോയത്. തോട്ടത്തിലെത്തിയപ്പോൾ അവിടെ ഈന്തപ്പനകളാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്.
എനിക്ക് നേരത്തെ വിശേഷിപ്പിച്ചു തന്ന മനുഷ്യൻ പറഞ്ഞ നാട്ടിൽ ഞാൻ എത്തിയല്ലോ എന്നാലോചനയാണ്. അങ്ങനെ അടിമവേല ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുകയാണ്. എപ്പോഴും ആലോചിക്കും ആ പ്രവാചകരെ കുറിച്ച്, വിവരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കും. ആ ചിന്തയുടെ ഭാഗമായി സംസാരങ്ങൾ ഇങ്ങനെ നിരീക്ഷിക്കും. ഒരു ദിവസം തോട്ടത്തിൽ ഈന്തപ്പനയുടെ മുകളിൽ നിൽക്കുകയാണ്. ആരാണ് നിൽക്കുന്നത്? സൽമാൻ തങ്ങളാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ തോട്ടത്തിൽ മുതലാളിയുണ്ട്, യഹൂദനായ മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അവിടെ വന്നിരുന്നിരിക്കുകയാണ്. ആ തോട്ടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വരികയാണ്. വന്നിട്ട് അയാളോടെന്തോ കുശലം പറയുകയാണ്. പരിസരത്തുള്ള ഈന്തപ്പനയുടെ മുകളിൽ നിന്നാണ് ഈ സംസാരം കേൾക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കേട്ടപ്പോൾ അതേ അവിടത്തേക്ക് ചെറിയൊരു ധാരണ വന്നു. അതെന്തോ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്, ആരോ വരുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൃത്യമായി സൽമാൻ തങ്ങൾക്കത് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാകാതിരുന്നപ്പോൾ ആ ഈന്തപ്പന മരത്തിൻ്റെ മുകളിൽ നിന്ന് വേഗം ഇങ്ങിറങ്ങി. അതേ ഞാൻ ചോദിച്ചു. ആരോട്? ആ മനുഷ്യനോട് ചോദിച്ചു. മാതാ തഖൂൽ, നിങ്ങളോട് നിങ്ങളെ ഇബ്നു അമ്മ വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചില്ലേ? ആ സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരുമോ? അറിയാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ചോദിക്കുകയാണ്. കാല ആ സമയത്ത് മുതലാളി എന്താണ് ചെയ്യുന്നത്? ഫഗളിബ സയ്യിദി, എൻ്റെ മുതലാളി എന്നോടങ്ങ് ദേഷ്യം പിടിച്ചു. ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ സംസാരം എന്തിനു നിങ്ങൾ കേൾക്കണം? ഫലകമനീലകമതൻ ശദീദ, ശക്തമായ പ്രഹരമാണ് എനിക്ക് കിട്ടിയത്. എന്നിട്ടോ എന്നോട് പോയി പണിയെടുക്കാൻ പറയാണ്. എനിക്ക് എന്ത് ചെയ്തില്ല, അത് വിശദീകരിച്ചു തന്നില്ല. സൽമാൻ തങ്ങൾ എന്ത് ചെയ്തു? ജോലിയിലേക്ക് പ്രവേശിച്ചു. ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചു എന്താണ് വിവരങ്ങളെന്ന്. അപ്പോഴാണ് അറിയുന്നത് കാത്തിരിക്കുന്ന പ്രവാചകന്റെ വരവ് മദീന എന്ന ഈന്തപ്പനയുടെ നാട്ടിലേക്ക് വരാനിരിക്കുകയാണെന്ന്. അങ്ങനെ ചിന്ത വന്നപ്പോൾ, വിവരമറിഞ്ഞപ്പോൾ സൽമാൻ തങ്ങൾ അധ്വാനിക്കുകയാണ്. അതേ തനിക്ക് കഴിക്കാനുള്ള ഈത്തപ്പഴം മുതലാളി തരും. ആ തരുന്ന ഈത്തപ്പഴം കഴിക്കാൻ മാറ്റിവെക്കുകയാണ്. അങ്ങനെ മാറ്റിവെക്കുന്നു. കുറച്ചു നാളുകൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്നു. ഖുബായുടെ പരിസരത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ എത്തിച്ചേരുകയാണ്. എത്തിച്ചേർന്ന വിവരം മദീനയിൽ മുഴുവനും അതാ വാർത്തയാകുകയാണ്. ഞാൻ എന്തു ചെയ്തു? അതേ ആ ഹബീബിനെ കാണാൻ കൊതിച്ചിട്ട് മെല്ലെ അതാ എത്തിപ്പെടാൻ, അവിടുത്തെ സവിധത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അന്വേഷിച്ചു. കുറച്ചു നാളുകൾ കാണാൻ പറ്റിയില്ല. ഒരു നാളതാ അറിയുന്നു ജന്നത്തുൽ ബഖീലുണ്ടെന്ന്, ബഖീന്റെ പരിസരത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ അതാ അവിടേക്ക് ചെല്ലുകയാണ്. എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ച അതേ ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പഴവും എടുത്തിട്ട് ദഹബതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ടോ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നിട്ട് അതും എടുത്തിട്ട് മെല്ലെ ചെന്നിട്ട് കൊടുക്കുന്നു. ഓ നബിയേ, ഇതെൻ്റെ സദഖയാണ്, നിങ്ങൾക്ക് നൽകാൻ വേണ്ടി സൂക്ഷിച്ചതാണ്. ആ സദഖ ഉണ്ടെൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞത് കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വഹാബാക്കളോട് പറയുന്നു, കുലൂ, അതെ നിങ്ങൾ എന്ത് ചെയ്യൂ, ഇതിൽ നിന്ന് ഭക്ഷിക്കൂ. വാംസക്കയദഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല, അതിൽ നിന്ന് ഭക്ഷിച്ചില്ല. കാരണം സൽമാൻ തങ്ങൾ കേട്ടിട്ടുണ്ട്
ആ പ്രവാചകന്റെ വിശേഷണങ്ങൾ. അവിടുന്ന് സദക്ക ഭക്ഷിക്കൂല, ഹദിയയാണ് ഭക്ഷിക്കുക എന്നത് കേട്ടിട്ടുണ്ട്. സൽമാൻ തങ്ങൾ അതൊന്ന് കൃത്യമാക്കുകയാണ്. ഞാൻ അന്വേഷിക്കുന്ന പ്രവാചകൻ തന്നെയാണോ ഇത് എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഫഖുൽതു ഫീ നഫ്സി ഹാദിഹി വാഹിദ. ഇതൊന്നാമത്തെ ഐഡന്റിഫിക്കേഷനാണ്. ലോകത്തിൻ്റെ നേതാവിനെ നേരിട്ടു കാണാതെ, നേരിട്ട് അനുഭവിക്കാതെ, എവിടങ്ങളിലോ നിന്നുകൊണ്ട് പൂർവകാല ഗ്രന്ഥങ്ങളിലെ വിവരത്തെ വെച്ചുകൊണ്ട് കൃത്യമായി വായിച്ചെടുത്തതിൻ്റെ അനുഭവങ്ങളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെല്ലെ അതാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വന്തം ഇങ്ങനെ മന്ത്രിക്കുകയാണ്. ഇതൊന്നാമത്തെ തെളിവാണ്. അന്ന് തിരിച്ചുപോയി, പിറ്റേ ദിവസം വീണ്ടും ഈത്തപ്പഴവും എടുത്തു വന്നു. എന്നിട്ട് ഹബീബിലേക്ക് കൊടുത്തു. ഹാദാ ഹദിയത്തും മിന്നി, ഇതെന്നിൽ നിന്നുള്ള ഹദിയയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫഅഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് കടിച്ചു, സ്വഹാബാക്കളും കടിച്ചു. ഫഖുൽതു ഫീ നഫ്സി ഹാതാനി ഇസ്നതാനി, ഇത് രണ്ടാമത്തെ തെളിവായല്ലോ. സുമ്മ ജിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ അതേ അവിടുന്ന് എവിടെയാണുള്ളത്? വഹുവ ബിബഖീൽ ഉർഖദ്, ജന്നത്തുൽ ബഖീന്റെ ഇടത്തെ തോട്ടത്തിലാണുള്ളത്. അതേ, ഞാൻ അവിടെ ചെന്നു. അവിടെ ഒരു ജനാസയെ കൊണ്ടുവന്നതാണ്. വഹുവ ജാലിസും ഫീ അസ്ഹാബിഹി, അവിടുന്ന് സ്വഹാബാക്കളോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെല്ലുന്നത്. മെല്ലെ ചെന്ന് ഞാൻ സലാം പറഞ്ഞു. സുമ്മസ്തദർതു, പിന്നെ ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. എന്തിനാ നടക്കുന്നത്? എവിടെയാണ് ഖാത്തമുൻ നബൂവത്തുള്ളത്? അവിടുന്ന് ഞാൻ നേരത്തെ വായിച്ചെടുത്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുത്തേക്ക് രണ്ട് ചുമലിൻ്റെ ഇടയിൽ നുബൂവത്തിൻ്റെ അടയാളമുണ്ടെന്ന് വായിച്ചെടുത്തിട്ടുണ്ടല്ലോ. അത് മനസ്സിലാക്കാനാണ് ഞാനിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി ഈ വന്ന മനുഷ്യന്റെ താല്പര്യം. അവിടുത്തെ മേൽത്തട്ടം മെല്ലെ ഒന്ന് താഴ്ത്തി അങ്ങിട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ സീലിലേക്ക്, ഖാത്തമുൻ നബൂവത്തിലേക്ക് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ ഫഅറഫ്തുഹു, ഞാൻ അതിനെ തിരിച്ചറിഞ്ഞു. ഞാൻ എന്തു ചെയ്തു? ഫൻകബബ്തു അലൈഹി അഖബ്ബിലുഹു വഅബ്കി. ആ ഖാത്തമുൻ നബൂവത്തിന്റെ അടയാളം അങ്ങ് കണ്ടപ്പോൾ എത്ര നാളുകളായി കാത്തു നിൽക്കുന്നു, എത്ര നാടുകളിലായി സഞ്ചരിക്കുന്നു. അവസാനം ആ ഹബീബിനെ കാണാൻ കൊതിച്ചിട്ട് ഒരടിമത്തം വരെ ഏറ്റെടുത്തുകൊണ്ട് മദീനയിൽ വന്ന് പാർത്തു നിൽക്കുന്നു. ഈ കാഴ്ചയല്ലേ ആ നിലക്ക് കഷ്ടപ്പെട്ട് കാത്തിരുന്ന പ്രവാചകന്റെ കൃത്യമായ അടയാളമാകുന്ന ഖാത്തമിന്റെ ഭാഗം കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് എൻ്റെ മുഖം അങ്ങ് ചേർത്തു വെച്ചു, അതിങ്ങ് ചുംബിച്ചു. പിന്നെ എൻ്റെ മനസ്സിൽ പിടുത്തം കിട്ടിയില്ല. വാബുക്കി, ഞാൻ അങ്ങ് കരഞ്ഞുപോയി. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതേ ഒന്ന് മാറി ഇങ്ങ് നിന്നോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞു. അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്നതാണ് ഈ സംഭവം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളെ കഥകളൊന്ന് പറയുമോ? മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു തൻ്റെ കഥകളെല്ലാം പറഞ്ഞു. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ഹബീബിന് വല്ലാത്ത സങ്കടം. കാരണം എന്നെ കാണാൻ കൊതിച്ചിട്ട് അടിമത്തം വരെ ഏറ്റെടുത്തിട്ട് ജീവിക്കുന്ന അനുയായിയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സങ്കടമായി. അന്ന് പോയി
കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ സൽമാനെ, നിങ്ങൾ മോചനപത്രം എഴുതണം. നിങ്ങൾ ഇനിയും അടിമയായി നിൽക്കാൻ പറ്റൂല. കാരുണ്യവാനായ പ്രവാചകനോട് അനുരാഗം കാണിച്ച് പാർത്ത് കഴിയുന്ന അനുയായികളെ കൈപിടിക്കാൻ ആ പ്രിയപ്പെട്ട നേതാവുണ്ട്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ മനസ്സ് മദീനയിലുണ്ടോ? മസ്ജിദുൻ നബവിയുടെ പരിസരത്തുണ്ടോ? സഹോദരങ്ങളെ, ദീർഘമായി ഇനി സംസാരിക്കാനുള്ള സമയമില്ല. അപ്പുറത്ത് ഒരടിമത്വം ഏറ്റെടുത്ത മറ്റൊരനുയായിയെ കുറിച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു. അത് മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. വല്ലാത്തൊരനുഭവമാണ്. അതിലേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല. നമ്മളിപ്പോൾ മദീനയിലെത്തിയിട്ടുണ്ട്. ആരുടെ കൂടെയാണ് എത്തിച്ചേർന്നത്? സൽമാനു തങ്ങളോടൊപ്പമാണ് എത്തിച്ചേർന്നത്. ഏതോ നാട്ടിൽ നിന്ന് കടന്നു വന്ന അനുയായിയാണ്. നമ്മളും ഏതോ നാട്ടിലാണ് ഇരിക്കുന്നത്. ഈ നാട്ടിൽ നിന്ന് മഹാന്മാരോടൊപ്പം നമ്മൾ മെല്ലെ സഞ്ചരിച്ചതാണ്. ആ സഞ്ചാരവഴിയിൽ ചില മഹത്തുക്കളെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ കൊതിച്ചിട്ട് അടിമത്വം ഏറ്റെടുത്തവരിൽ പെട്ട ഒരാളുടെ ചരിത്ര സംഭവമാണ്. ആ അടിമയായി ജീവിക്കുന്ന സൽമാൻ തങ്ങൾ അനുഗ്രഹീതരായ പ്രവാചകരുടെ പരിസരത്ത് നിൽക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ നേതാവ് പറയുന്നു, സൽമാനെ, മുതലാളിയോട് പോയിട്ട് നിങ്ങൾ മോചനപത്രം എഴുതണമെന്നാണ്. തിരിച്ചുള്ള ചോദ്യം, എനിക്ക് എൻ്റെ കയ്യിൽ എന്താണുള്ളത്? പ്രയാസപ്പെടേണ്ട, ചിലത് ഞാൻ ഒപ്പിച്ചു തരാമെന്ന് ഹബീബ് പറയുകയാണ്. അങ്ങനെ മോചനപത്രം എന്തെഴുതണമെന്ന ചോദ്യമാണ്. 100 ഈന്തപ്പന. അതേ, ആ മുതലാളി പറയുകയാണ്, 100 ഈന്തപ്പന മരങ്ങൾ അത് നട്ടുപിടിപ്പിച്ച് വളർത്തി വലുതായി ഫലം കാഴ്ച അതിൻ്റെ ഫലം തന്നാൽ, ഓ സൽമാനെ, നിങ്ങളെ ഞാൻ മോചിപ്പിച്ചോളാം. ഇതാണ് ഡിമാൻഡ്. മോചനപത്രത്തിൽ കരാറതാണ്. സൽമാൻ തങ്ങൾ ആലോചിച്ചു, ഇതെപ്പോ സാധിക്കാനാണ്, ഇതെപ്പോ സംഭവിക്കാനാണ്? മസ്ജിദുൻ നബവിയുടെ ഓരത്തേക്ക് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി വരികയാണ്. ഓ യാ റസൂലല്ലാഹ്, എന്നോട് പറഞ്ഞ എഗ്രിമെന്റ് ഇതാണ്. തോട്ടം ഭൂമി നൽകിയിട്ടുണ്ട്. അവിടെ 100 ഈന്തപ്പന നട്ട് വളർത്തി വലുതായി ഫലം കായ്ച്ചാൽ നിങ്ങൾക്ക് മോചനം തരാമെന്നാണ്. കാരണം സൽമാൻ തങ്ങളെ മോചിപ്പിക്കാൻ മുതലാളിക്ക് ഉദ്ദേശമില്ല. അതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ലോകത്തിൻ്റെ നേതാവെന്ന് പറഞ്ഞു, ഓ സൽമാനെ, നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങളാ കരാർ ഏറ്റെടുത്തോളൂ, നിങ്ങളാ കരാർ ഏറ്റെടുത്തോളൂ. മോചനത്തെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ ലോകത്തിൻ്റെ നേതാവിൻ്റെ പരിസരത്തേക്ക് വന്നു നിൽക്കുന്ന ഒരനുയായിയോട് പ്രതീക്ഷയുടെ വടിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ ഈ ഉമ്മത്തിനോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്ന നേതാവാണ്. അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അസ്ബാലി ഫി അജമി. ചെല്ല മദീനത്തേക്കൊരു സ്വലാത്ത് മൗലായ حبيبك خير الخلق كلهم. തൻ്റെ ഉമ്മത്തിന് ഒരു സിംഹം അതിൻ്റെ കുഞ്ഞിന് ജട വിരിച്ച് ജാഗ്രതയോടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കാത്തുകഴിയുന്നത് പോലെ ഉമ്മത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി കാത്തുകഴിയുന്നൊരു നേതാവിനെ ഖൽബുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പാപിയായ റാഷിദിനൊരു പോറലേൽക്കരുതെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആഗ്രഹിച്ച നേതാവാണത്. അല്ല,
ഇപ്പോഴും ആ ഖബർ ശരീഫിൽ നിന്ന് ആഗ്രഹിക്കുന്ന നേതാവാണത്. എന്നിൽ നിന്നൊരു സുഹൃതം കാണുമ്പോൾ ആ കാണും ഏത് സമയത്ത് ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്, പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. മനസ്സൊന്ന് മദീനയിലേക്ക് ചേർന്നു നിൽക്കാൻ വേണ്ടി പറയുകയാണ്. മദീനത്തോടൊരു കൽബ് കൊണ്ട് മുത്തം നൽകിയിട്ട് ഹബീബിനോടൊരു സ്വലാത്ത് സലാം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചോളാം. ഓ മുഅ്മിനീങ്ങളെ, അതാ ഹബീബ് പറയുന്നത്, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറായതുപോലെ എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ജീവിതകാലത്ത് എന്തെങ്കിലും നിങ്ങളെ കാര്യങ്ങളുണ്ടോ, അതിൻ്റെ പരിഹാരക്രിയയിൽ ഞാനുണ്ട്. വഫാത്തിനു ശേഷവും ആ പരിഹാരക്രിയയിൽ ഞാനുണ്ട്. കണ്ടോ, ആരുമില്ലാത്ത ഏതെങ്കിലും ഒരാൾ അതാ മരിച്ചു പോകുന്നുവെങ്കിൽ അയാളെ മേലിൽ കടമുണ്ടോ, അതിൻ്റെ ഏറ്റെടുപ്പ് ഞാനാണെന്ന് ലോകത്തിൻ്റെ നേതാവ് വിളിച്ചു പറഞ്ഞു. ഒന്നുമില്ലാത്തവനെ ഏറ്റെടുക്കുന്ന നായകരാണ്. കടബാധ്യതയോടെ മരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? എങ്കിൽ അവരുടെ മൗലയാരാണ്? അവരുടെ രക്ഷിതാവാരാണ്? ആ കടങ്ങളെ ഏറ്റെടുക്കുന്നതാരാണ്? അത് ഞാനാണെന്ന് പറയുകയാണ്. അന്ത ഉമ്മൂൻ അമ്മബൂ മറഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ആവേശത്തോടെ ചൊല്ലുക സ്വലാത്തു വസ്സലാമു അലർ റസൂൽ الشافع الأبطحي والحبيب العربي. അങ്ങൻ്റെ ഉമ്മയാണോ വാപ്പയാണോ? സ്വന്തം ഉമ്മ വാപ്പമാരിൽ നിന്ന് ലഭിക്കാത്ത മാതൃസ്നേഹവും പിതൃസ്നേഹവും ലോകത്തിൻ്റെ നേതാവിൽ നിന്ന് അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ. ഇത് അനുഭവിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ കഥയായിരുന്നു മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങൾ അടിമത്വം ഏറ്റെടുത്തുകൊണ്ട് ഹബീബിൻ്റെ ചാരത്ത് കഴിഞ്ഞതിൻ്റെ അനുഭവം അതുകൂടെ ഈ സദസ്സിൽ പറയാൻ ആഗ്രഹിച്ചു വെച്ചതായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ സമയം പൂർത്തിയാകാനിരിക്കുന്നത് കൊണ്ട് അത് തൽക്കാലം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. മുത്തുനബിയോട് മനസ്സുകൊണ്ട് ചേരുമ്പോൾ അങ്ങൻ്റെ വാപ്പയാണോ ഉമ്മയാണോ? ഈ റാഷിദിനോട് ജാഗ്രത കാണിക്കുന്ന, നമ്മളോട് ജാഗ്രത കാണിക്കുന്ന മോനെ, നിന്റെ അടുക്കള എങ്ങനെയായിരിക്കണം? രാത്രി സമയത്ത് ഉറങ്ങുമ്പോൾ കത്തിച്ചു വെച്ച അത് വിളക്ക് കെടുത്തിക്കളയണമെന്ന് പഠിപ്പിച്ച പ്രവാചകരാണ്. ഭക്ഷണപാത്രത്തെ മൂടി വെക്കാതെ നിങ്ങൾ കിടക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകരാണ്. അതേ, ഉറങ്ങി എഴുന്നേറ്റ ഉടനെ 2 കൈകളും കഴുകിയൊന്ന് വൃത്തിയാക്കിയിട്ട് അണുക്കളെയൊക്കെ ഒന്ന് മുക്തമാക്കണമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ച പ്രവാചകരാണ്. സായാഹ്നമാകുമ്പോൾ മക്കളെ പുറത്തേക്ക് വിടരുതെന്ന് ഉമ്മമാരും അപ്പമാര് പറയാറുണ്ടല്ലോ. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൻ്റെ നേതാവ് പറഞ്ഞു, ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചില ജീവികൾ ഭൂമി ലോകത്ത് വിഹരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ആ സമയം ഒന്ന് ജാഗ്രത കാണിക്കണമെന്ന് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മദീനയുടെ മരുപ്പറമ്പിൽ നിന്ന് നമ്മളാകുന്ന അനുയായികളോട് സ്നേഹത്തോടെയുള്ള ഇടപെടൽ നടത്തുന്ന റഹ്മത്തുൽ ലിൽ ആലമീനിന്റെ കാരുണ്യത്തിന്റെ ഇടപെടലിലെ ചില ഉദാഹരണങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതേ, ആ നേതാവ് വഫാത്തിനു ശേഷവും നമ്മളോട് ജാഗ്രത കാണിച്ച്
സംരക്ഷണം ഒരുക്കുകയാണ്. വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്നൊരു സുഹൃതം കണ്ടാൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ്. ഇനി എനിക്കിഷ്ടപ്പെടാത്തൊരന്യായം കണ്ടാലോ ആ നേതാവ് ഒറ്റയടിക്ക് കൈയൊടിക്കൂല. ഹറാമിന്റെ ലോകത്തുകൂടെ സഞ്ചരിച്ച വിശ്വാസികളെ ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ട് മദീനയുടെ ഇടവഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ഹുജറത്തു ശരീഫയുടെ പരിസരത്തേക്കൊന്നണഞ്ഞിട്ട് പാപഭാരങ്ങൾ അഖിലവും ഇറക്കി വെക്കണമെന്ന് കൊതിച്ചിട്ടുള്ള ഇരിപ്പല്ലയോ ഇത്? പ്രതീക്ഷയുടെ ഇരിപ്പാണ്. നമ്മൾ നിരാശപ്പെടണ്ട. സ്നേഹിക്കുന്ന നേതാവ് പറയുന്ന വാചകം, എൻ്റെ അനുയായികളിൽ നിന്ന് വല്ല അന്യായങ്ങളും കണ്ടാൽ ഒറ്റയടിക്ക് എൻ്റെ അനുയായിയെ ഞാൻ കൈയൊഴിക്കൂല, ഞാൻ നിരാശനാക്കൂല. ഫസ്തഗ്ഫർതു ലഹു, ആ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച നാഥനോട് പൊറുക്കൽ തേടുകയാണ്. ലോകത്തിൻ്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ പൊറുക്കൽ നമുക്ക് കിട്ടുമെന്നുറപ്പാണ്. അതേ മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദ, അവിടുത്തെ മേലൊരു സ്വലാത്ത് ചൊല്ലിയോ 10 മഗ്ഫിറത്ത് ലഭിക്കുമല്ലോ, 10 കാരുണ്യം ലഭിക്കുമല്ലോ, 10 ദറജ വർദ്ധിക്കുമല്ലോ. ഹബീബിനെ കൊണ്ട് നമുക്ക് മഗ്ഫിറത്ത് കിട്ടുകയാണ്. ഹബീബ് നമുക്ക് അതേ മഗ്ഫിറത്ത് തേടുകയാണ്. എന്തൊരു നേതാവാണ്! എത്ര ക്രൂരത ചെയ്തിട്ടും ഹബീബ് ഇഷ്ടപ്പെടാത്ത പലതും സംഭവിച്ചിട്ടും ആ സന്ദർഭത്തിലും സ്നേഹത്തിൻ്റെ മനസ്സോട് അവിടുത്തെ ആദരവോട് നമ്മൾ അവിടുത്തേക്ക് ചേർന്നാലോ അവിടുന്ന് നമ്മെ കൈയൊഴിക്കൂല. അനുയായികളെ വെറുതെയാക്കുന്ന നേതാവല്ല. മസ്ജിദുൻ നബവിയിലേക്ക് മനസ്സെത്തിയോ? ഈന്തപ്പനയോല കൊണ്ട് മടഞ്ഞ മേൽക്കൂരയുള്ള മസ്ജിദുൻ നബവിയാണ്, മണൽത്തരിയാണ് അന്ന കാലത്ത് മദീനയുടെ മസ്ജിദുൻ നബവി. ഹബീബിന്റെ സാന്നിധ്യമുള്ള മസ്ജിദുൻ നബവിയാണ്, സ്വഹാബാക്കളുടെ സാന്നിധ്യമുള്ള മസ്ജിദുൻ നബവിയാണ്, സുഫത്തിന്റെ അഹ്ലുകാരുള്ള മസ്ജിദുൻ നബവിയാണ്. ആ മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിലേക്കാണ് നിങ്ങളെ മനസ്സ് ഞാൻ വിളിക്കുന്നത്. മുതലായുടെ സവിധത്തിൽ നിന്ന് വന്നിട്ട് നിൽക്കുന്ന സൽമാൻ തങ്ങൾ അവിടെയുണ്ട്. സൽമാൻ തങ്ങളോട് പറയുന്നു, പൊയ്ക്കോ മോനെ, കരാറെഴുതിക്കോ. മുത്തുനബി പറഞ്ഞതല്ലേ, എഴുതിയല്ലോ. പിറ്റേന്ന് തിരിച്ചു വന്നപ്പോ പറഞ്ഞു, നീ ആ ഭൂമിയിൽ പോയി 100 കുഴിയെടുക്കൂ. സഹാബാക്കളെ മുഴുവനും വിളിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾ ഈന്തപ്പനയുടെ തൈ സംഭാവന തരണം, ഈന്തപ്പനയുടെ തൈകൾ സംഭാവന തരണം. അപ്പൊ സഹാബാക്കളതാ 10, 20, 30 ഇങ്ങനെ തുടങ്ങി ഈന്തപ്പനയുടെ തൈകൾ സംഭാവന കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, 100 തൈകളാണ് ആവശ്യമുള്ളത്. ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട അനുയായി തനിക്ക് വേണ്ടിയാണ് അടിമയായത്. മുത്തുനബിയെ കാണാൻ കൊതിച്ചിട്ടാണ് അടിമയായത്. വേറെ ഒരു താല്പര്യമില്ല. പണമില്ലാത്തതിൻ്റെ പേരിലല്ല, പത്രാസില്ലാത്തതിൻ്റെ പേരില്ല, സാമ്പത്തിക ശേഷിയില്ലാത്തതിൻ്റെ പേരിലുമല്ല. പിന്നെയോ ഹബീബിനെ കാണാൻ വേണ്ടി സമ്പത്ത് മുഴുവനും കൊടുത്തിട്ട് അവസാനം അടിമത്തത്തെ ഏറ്റുവാങ്ങിയ അനുയായിയോട് അനുഗ്രഹീതരായ പ്രവാചകർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഇടപെടലാണ്. സൽമാൻ തങ്ങൾ പോയി താല്പര്യത്തോടെ കുഴികൾ കുടിച്ച് പൂർത്തിയാക്കി. സ്വഹാബാക്കള് തൈകളെല്ലാം സംഭാവനയായി കൊണ്ടുവന്നു. ആ തൈകൾ എത്തിയപ്പോ
അപ്പോൾ സൽമാൻ തങ്ങളെ കൂടെ പ്രഗത്ഭരായ സഹാബാക്കളോടൊപ്പം ലോകത്തിന്റെ നേതാവ് നടക്കുകയാണ്. എവിടേക്കാണ്? മദീനയുടെ ഒരു തോട്ടത്തിലേക്കാണ്. ഈന്തപ്പന തോട്ടമുള്ള നാടിനെ തേടി വന്ന സൽമാൻ തങ്ങള്, ആ സൽമാൻ തങ്ങൾക്ക് വേണ്ടി ഒരു തോട്ടത്തിന്റെ നിർമ്മാണമാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബ് ചെന്നിട്ട് ഓരോ തൈകളും എടുത്തിട്ട് ആ കുടികളിലേക്ക് വെച്ചിട്ട് അതവിടെ നടുകയാണ്, തിരിച്ചു പോരുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന വളർന്ന് വലുതാകണമെങ്കിൽ എത്ര വർഷങ്ങളെടുക്കും ഫലം കായ്ക്കാൻ? എന്നാൽ ലോകത്തിന്റെ നേതാവിന്റെ കൈകളെ കൊണ്ട് നട്ടുപിടിപ്പിച്ച ഈന്തപ്പന വളരാൻ കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വന്നില്ല. ഒരു മാസമേ ആയുള്ളൂ. അത് വളർന്നു വലുതാകുകയാണ്. അതേ കുല കൊലക്കുകയാണ്, ഫലം വിരിയുകയാണ്. ഏതോ നാട്ടിൽ നിന്ന് എന്നെയും തേടി വന്നിട്ട്, ഈന്തപ്പനയുള്ള നാടിനെ തേടി വന്നിട്ട് അടിമയായി മാറിയ അനുയായിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ വിശുദ്ധമായ കരങ്ങളെ കൊണ്ട് നട്ടുപിടിപ്പിച്ച ഈന്തപ്പന തൈകൾ ആ ഖുസൂസിയത്തിന്റെ പേരിൽ പെട്ടെന്ന് വളർന്ന് വലുതായിട്ട് ഈന്തപ്പന കഥേ അതിൽ ഈത്തപ്പഴം കുലച്ചിങ്ങനെ നിൽക്കുകയാണ്. അത്യത്ഭുതത്തോടെ സൽമാൻ തങ്ങൾ ആവേശത്തോടെ ഓടിച്ചെല്ലുന്നു. മുതലാളിയുടെ പരിസരത്തേക്കാണ്. ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് മോചനം തരണം. എന്ത് വിഡ്ഢിത്തമാ പറയുന്നത്? കാരണം സാധിക്കില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം. അപ്പൊ പറഞ്ഞു, നിങ്ങൾ വരൂ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചെല്ലുകയാണ്. അപ്പോഴാണ് മുതലാളി വന്നിട്ട് ഈ അത്ഭുതം കാണുന്നത്. തിരുനബിയുടെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് നട്ടുപിടിപ്പിച്ച ഈന്തപ്പന തൈകൾ വളർന്നു വലുതായി കുലച്ചു നിൽക്കുകയാണ്. ഇതെന്തൊരത്ഭുതമാണ്. സൽമാനോട് പറഞ്ഞു, ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്, പറഞ്ഞ കരാറ് പാലിച്ചിരിക്കുകയാണ്, നിങ്ങളെ സ്വതന്ത്രനാണ്. ഫിദാക യാ റസൂലല്ലാഹ്. ഓ നബിയേ, അങ്ങയ്ക്കു വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഏറ്റെടുക്കുമല്ലോ, എൻ്റെ കൈപിടിക്കുമല്ലോ, എന്നെ ചേർത്തു നിർത്തുമല്ലോ, എന്നെ ആശ്വസിപ്പിക്കുമല്ലോ, എന്നെ ആഖിറം വെളിച്ചമാക്കുമല്ലോ. ഈ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ സദസ്സിൽ വന്നത്, ഞങ്ങൾ ഈ സമയം ചെലവഴിച്ചത്. മഹാന്മാർ ഹബീബിന്റെ അത്ഭുതങ്ങളെ നേരിട്ട് അനുഭവിച്ചവരെ ഞങ്ങൾ പറഞ്ഞനുഭവിച്ചു. അവരെ കുറിച്ച് പറഞ്ഞ് ബറക്കത്തെടുത്തു. അവരെ മസ്ജിദുൻ നബവിയുടെ പരിസരത്തേക്ക് മുന്നിൽ നിർത്തിയിട്ട് ഞങ്ങൾ ആ ഹബീബിലേക്ക് ചേരാനുള്ള ശ്രമമാണ്. ഇതൊരു വ്യഥാവിലാകുന്ന ശ്രമമാക്കല്ലേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹബീബിലേക്ക് കൽബെത്തിയോ? മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ നിന്നോ കണ്ട വാർത്തകളല്ലയോ? ഹബീബിലേക്ക് ചേരാനുള്ള യോഗ്യത കൽബ് കൊണ്ട് എനിക്കില്ല. എൻ്റെ അവയവങ്ങൾ അതിന് പറ്റിയതല്ല. മുത്തുനബിയെ കാണാൻ പറ്റിയ കണ്ണെനിക്കില്ല. ഹബീബ് വന്നിരിക്കാൻ പറ്റിയ കൽബുമില്ല. നമ്മുടെ അവസ്ഥ അതാണ്. എങ്കിലും അവിടത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മളെ കൽബൊന്ന് ശുദ്ധമാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഈ സദസ്സ് കൊണ്ട് കൽബ് നന്നാകണം, ഹൃദയ വിശുദ്ധിയിലേക്ക് വരണം.
ഹറാമുകൾ പലതും ചെയ്തത് മനസ്സിൽ ഓർമ്മയുണ്ടാകണം. പറഞ്ഞത് കേട്ടത് രുചിച്ചത് പിടിച്ചത് പലതുമായി ഒന്ന് വെറുതെ ആലോചിച്ചു പോകണം. കാരണം നമ്മൾ നിൽക്കുന്നത് മദീനത്തെ മുറ്റത്താണ്, അവിടുത്തെ സാന്നിധ്യത്തിലാണ്, അവിടുത്തെ ആത്മീയമായ സാന്നിധ്യത്തിലാണ്. ഇവിടം വെച്ച് ഹബീബിനെ വസീലയാക്കി റബ്ബിലേക്കൊന്ന് സങ്കടപ്പെട്ടാലോ അവിടുന്ന് നമ്മെ വെറുതെയാക്കൂല, അവിടുന്ന് നമ്മളെ കൈപിടിക്കുമെന്നുറപ്പാണ്. മദീനയുടെ മണ്ണ് അങ്ങനെയോ എത്രയോ ഉറപ്പുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എത്രയോ തമ്മാടികൾ വന്നിട്ട് മദീനയിലെ മണൽത്തരിയിൽ കിടന്നുരുണ്ടിട്ട് സങ്കടം പറഞ്ഞപ്പോൾ ഹബീബ് സ്വീകരിച്ചു പോയതിന്റെ കാഴ്ചകൾ എത്രയാണ്, എത്ര അനുഭവങ്ങളാണ് അതവിടെ ചരിത്രത്തിൽ അവശേഷിക്കുകയാണ്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഖൽബ് മദീനയിലെത്തിയെങ്കിൽ ഒരു സലാം അതോടെ പറയാൻ. മസ്ജിദുൻ നബവിയുടെ പ്രൗഢമായ മിനാരങ്ങൾ ഖൽബ് കൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ത്വാബ ത്വയ്ബ, എന്തൊരു നാടാണത്! എത്ര ആശിക്കുകൾ, എത്ര മുഹിബ്ബുകൾ, എത്ര മാദിഹീങ്ങൾ മദീനത്ത് ചെന്നിട്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചു. ആ മദീനയുടെ മണ്ണ് മുഹബ്ബീങ്ങളുടെ മാദിഹീങ്ങളുടെ കണ്ണുനീരിന്റെ ഉപ്പുരസം അനുഭവിച്ച മണ്ണാട്. ഹബീബിന്റെ പാദം പതിഞ്ഞ മണ്ണാട്. അവിടുന്ന് സഞ്ചരിച്ച ഒട്ടകത്തിന്റെ പാദം പതിഞ്ഞ മണ്ണാട്. സുബ്ഹാനല്ലാഹ്, അവിടെ നമ്മുടെ ഖൽബുണ്ടോ, ആത്മാവുണ്ടോ? ഒന്നുകൂടെ നിങ്ങളൊന്ന് നടക്കുമോ? നല്ല ബഖീന്റെ ഭാഗത്തൊന്ന് ചെന്ന് നോക്കാമല്ലോ. അവിടെ ആരാണുള്ളത്? ബഖീൽ ഉർഖദിന്റെ നേതാവ് മുത്തുനബിയുടെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചത് നൂറൈൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവിടെ ബഖീലെ നേതാവായുണ്ടല്ലോ. അവരെ ഖൽബ് കൊണ്ട് കാണുന്നുണ്ടോ? കഴിഞ്ഞോ ഹബീബിന്റെ ചാര കൂടെ ജീവിച്ച ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അവിടെയുണ്ടല്ലോ. കഴിഞ്ഞില്ലല്ലോ ഫാത്തിമത്തു ഖിത്അത്തും മിന്നി എന്ന് വിശേഷിപ്പിച്ച മുത്തുനബിയുടെ പൊന്നുമോളുണ്ടല്ലോ അവിടെ. ഹബീബിലേക്ക് അവിടുത്തെ വഫാത്തിനു ശേഷം ആദ്യം ചേർന്ന മഹദിയാണല്ലോ. കഴിഞ്ഞോ ഇല്ല. ഒന്നുകൂടെ മുന്നോട്ട് വന്നാൽ ഹുജറത്തു ശരീഫയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിലക്ക് കിടക്കുന്നുണ്ട് മുത്തുനബിയുടെ 2 അമ്മായിമാർ. ഇതാണ് ബഖീന്റെ സൗന്ദര്യം. അവിടെ അന്തിയുറങ്ങുന്നവർ ആയിരക്കണക്കിന് സ്വഹാബാക്കൾ. അവരുടെ എല്ലാവരുടെയും ഓർമ്മ ഖൽബിലേക്ക് എടുത്തിട്ട് ബഖീയിൽ നിന്ന് മെല്ലെ ഒന്ന് നിങ്ങൾ തിരിച്ചിറങ്ങുമോ? ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ആശിഖീങ്ങളെ സങ്കേതമായ അവരുടെ ഇതിവൃത്തമായ ഖുബ്ബത്തുൽ ഖദറാട് പച്ചക്കുബ്ബ ഖൽബിലേക്ക് വന്നോ? മെല്ലെ ഒന്ന് നടക്കുമോ? അതിൻ്റെ എതിർവശത്തേക്ക് കാണാം അവിടെ ഒരു കവാടം. അത് ബാബുസലാമാണ്. ഹബീബിലേക്ക് സലാം പറയാനുള്ള വാതിലാണ്. നമ്മൾ ആ വാതിലിന്റെ മുന്നിലുണ്ടോ? അതോടെ സ്നേഹത്തോടെ ഹബീബിനെ കാണാൻ ഖൽബ് കൊണ്ട് ആഗ്രഹിച്ച് മെല്ലെ നമുക്ക് നടക്കാം. പാപഭാരങ്ങൾ മുഴുവനും അവിടുത്തെ മുന്നിൽ ഇറക്കി വെക്കാം. മെല്ലെ നടക്കുമ്പോൾ മുന്നോട്ട് വന്നാൽ മസ്ജിദുൻ നബവിയുണ്ട്. ഹബീബിന്റെ പള്ളി, അതിന്റെ പരിധി കാണാനുണ്ട്. തൂണിന്റെ മുകളിൽ അടയാളപ്പെടുത്തിയിട്ട് വീണ്ടും മുന്നോട്ട് നടന്നാൽ കാണാം മബൈന ഖബ്രി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗം, സ്വർഗത്തിലുണ്ടാകുന്ന സ്വർഗം.
അല്ലാഹുവേ, അവിടെ പോയി റബ്ബാകുന്ന നിന്റെ മുന്നിൽ ഒരുപാട് തവണ സുജൂദിലായി കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ റൗളയിൽ ചില പ്രത്യേക ഉസ്തുവാനകൾ കണ്ടോ നിങ്ങള്? അതേ, പാപമോചനം ലഭിക്കുന്ന തൂണുണ്ടവിടെ. ആ തൂണടയാളപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്തിന് ഹബീബ് പരിചയപ്പെടുത്തിയ ആ ഉസ്തുവാനത്ത് തൗബ അതൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് റബ്ബാകുന്ന നിന്നോട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് കൽബറഞ്ഞ് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. ആഖിർ സമാനിലുള്ള ഞങ്ങൾക്ക് അഭയം, ആശാകേന്ദ്രം അതുമാത്രമാണ്. ഇനിയും ഒന്ന് മുന്നോട്ട് മെല്ലെ നടക്കുമോ? ആത്മാവിനെ ഒന്ന് സഞ്ചരിപ്പിക്കുമോ? കാണാം ഹുജറത്തു ശരീഫയെ, സ്വർണ്ണ നിറമുള്ള ഗ്രില്ലുകളെ. ആ ഗ്രില്ലിനിടയിൽ 2 വെളുത്ത മാർബിള് പതിച്ച തൂണുകളുണ്ട്. ആ തൂണുകൾക്കിടയിലെ ഗ്രില്ലുകളിൽ 3 ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരത്തിൽ ഒന്നാമത്തെ വലിയ ദ്വാരം അതിനഭിമുഖമായി കിടക്കുന്നതാരാണ്? ഹബീബ് നമ്മളിലേക്കൊന്ന് നോക്കണം. അവിടുന്ന് നമ്മുടെ കൽബിലേക്ക് വരണം. അവിടുത്തെ സലാം ഒന്ന് ലഭിക്കണം. കൽബിൽ നിന്ന് എല്ലാ തെറ്റുകളും ഒന്ന് പൊറുക്കാൻ റബ്ബിനോട് ഈ സമയത്തൊന്ന് പറഞ്ഞിട്ട് ഖേദത്തോടെ ഒന്ന് കൽബുകൊണ്ട് അല്ലാഹുവിലേക്ക് ചേരണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ആ വലിയ ദ്വാരത്തിന് അഭിമുഖമായി കിടക്കുന്നതാരാണ്? അതൊരു നിസ്സാര വ്യക്തിയല്ല, അതൊരു സാധാരണ വ്യക്തിയല്ല, അതൊരു സാധാരണ മനുഷ്യനുമല്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദിൽ മുസ്തഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുൽ സാലികീൻ, മിസ്ബാഹുൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാകീൻ, സയ്യിദുൽ ثقلين, നബിയുൽ ഹറമൈൻ, ഇമാമുൽ ഖിബ്ലതൈൻ, വസീലത്തിനാ ഇലല്ലാഹിൽ ഹന്നാനിൽ മന്നാൻ, സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളിലേക്ക് സലാം പറഞ്ഞാൽ റദ്ദല്ലാഹു റൂഹി, എൻ്റെ റൂഹ് അല്ലാഹ് എനിക്ക് മടക്കി തന്നിട്ടുണ്ട്. ഞാൻ സലാം പറഞ്ഞവർക്ക് തിരിച്ചു സലാം പറയും എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സദസ്സ് പിരിയുമ്പോഴേക്ക് പറഞ്ഞ റാഷിദിന്റെ കൽബൊന്ന് നന്നാകാനും ഹബീബിലേക്ക് ഒരു ആത്മീയമായ ചിന്തയോടെ മഹബത്ത് വർദ്ധിക്കാനും സബബാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സമയം നമ്മൾ ഇവിടെ ചെലവഴിച്ചത്. നമുക്ക് അതോടെ സ്നേഹത്തോടെ ഹബീബിന്റെ തിരിച്ചുള്ളൊരു സലാം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചും മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. എല്ലാവരും ഒരു സലാം അതവോടെ അവിടുത്തെ ഹുജറത്തു ശരീഫയോട് ചേർന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പറഞ്ഞോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഖുദ് ബിയൈദീനാ قلت حيلتنا أدركنا يا رسول الله يا حبيب الله يا خليل الله. റബ്ബേ, ഞങ്ങൾ പാപികൾ, ദോഷികൾ, ഒന്നിനും കൊള്ളാത്തവർ, ആഖിർ സമാനിലെ ചപ്പ് ചണ്ടിച്ചവറുകൾ, നിസ്സാരർ, ഹബീബിന്റെ നാട്ടിൽ ഒരു മണൽത്തരിക്ക് പോലും വിലയില്ലാത്തവർ, ഞങ്ങളെ കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സലാം റൗളയിലേക്ക് ഈ സമയത്ത് തന്നെ എത്തിക്കണേ റഹ്മാനേ. അവിടുന്നുള്ള തിരിച്ചുള്ള സലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇജാബത്തുള്ള മജ്ലിസാക്കി തരണേ അല്ലാഹ്. എല്ലാവരും